ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് സാറിനെ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് 90കളുടെ ആരംഭത്തിൽ രണ്ട് സംഭവങ്ങൾ ഒരുമിച്ചുണ്ടായത് പരസ്പര ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എനിക്കിപ്പോഴും വ്യക്തമല്ല. അതൊന്ന്, ഹിന്ദുക്കൾ പണിത് മുസ്ലിങ്ങൾ തകർത്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര ആരംഭിച്ചു. മുസ്ലിങ്ങൾ പണിത് ഹിന്ദുക്കൾക്ക് തകർക്കാനുള്ളൊരു ക്ഷേത്രത്തിലേക്ക്, സോമനാഥ ക്ഷേത്രത്തിൽ, നമ്മുടെ അയോധ്യയിലെ ബാബറി പള്ളിയിലേക്ക്. ഹിന്ദുക്കൾ പണിത് മുസ്ലിങ്ങൾ തകർത്ത സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും മുസ്ലിങ്ങൾ പണിത് ഇനി ഭാവിയിൽ ഹിന്ദുക്കൾക്ക് തകർക്കാനുള്ളൊരു ക്ഷേത്രം, അതാണ് ബാബറി പള്ളി. അതിലേക്കുള്ള രഥയാത്രയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ രഥയാത്ര 88-ലോ 89-ലോ ആയിരുന്നു. പക്ഷേ 90കളുടെ ആരംഭത്തിൽ തന്നെ ഉത്തരേന്ത്യയിലെ 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിലെത്തി. UP-യിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ. ഈ 4 സംസ്ഥാനങ്ങളും പാഠപുസ്തകങ്ങൾ തിരുത്തി, പ്രത്യേകിച്ച് ചരിത്ര പാഠപുസ്തകങ്ങൾ. കണക്കിലും മാറ്റം വരുത്തി. ഒരു കർസേവകൻ 1 മണിക്കൂർ കൊണ്ട് 10 കല്ല് ഇടിച്ച് നിരത്തുമെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് എത്ര ഇടിച്ച് നിരത്തും? അന്ന് പുസ്തകത്തിൽ നമ്മൾ അങ്ങനെയാണ് കണക്ക് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കി. അതുകൊണ്ട് അന്ന് സാറിൻ്റെ നേതൃത്വത്തിൽ സഹ്മത്ത് എന്നൊരു സംഘടന ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അതായത് സഫ്ദർ ഹഷ്മി എന്നൊരു നാടക പ്രവർത്തകൻ, ജനമാട്യ മഞ്ച് എന്ന് പറയുന്ന നാടക സംഘത്തിൻ്റെ തെരുവുനാടക സംഘമാണ്. അതിൻ്റെ സംഘാടകനും നേതാവും പരമാത്മാവും ഒക്കെ ആയിരുന്നു സഫ്ദർ ഹഷ്മി. അദ്ദേഹത്തെ ഒരു നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണ്ടകൾ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സംഘടനയാണ് സഫ്ദർ ഹഷ്മി മെമ്മോറിയൽ ട്രസ്റ്റ്, സഹ്മത്ത്. ആ സഹ്മത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി ലഘുലേഖകൾ, ചെറുപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇംഗ്ലീഷിൽ. അത് പലതും മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി നമ്മളോട് പ്രസിദ്ധീകരിച്ചില്ല, ഉപയോഗപ്പെടുത്തി. കാരണം കോളേജ് അധ്യാപകരുടെയും പിന്നെ സ്കൂൾ അധ്യാപകരുടെയും അതുപോലെ സർവീസിലുള്ളവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധമായിരുന്നു അത്. അപ്പോൾ സ്കൂൾ പാഠ്യപദ്ധതി മാറ്റിയാൽ എന്തായിരിക്കും ദുരന്തം വരാനിരിക്കുന്നത് എന്ന സംബന്ധിച്ചായിരുന്നു അതിന് സൂചനയുണ്ടായിരുന്നത്. അതിൽ പണിക്കർ സാറിനെ പോലെ നിരവധി പ്രസിദ്ധ ചരിത്രകാരന്മാരാണത്. ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിപ്പുള്ള റൊമീല താപ്പർ, അന്തരിച്ചുപോയ രാംശരൺ ശർമ്മ എന്ന് പറഞ്ഞ RS ശർമ്മ, സാറൂടെ സൂചിപ്പിച്ച ബിപിൻ ചന്ദ്ര, വാർത്താ ചാറ്റർജി, ഇർഫാൻ ഹബീബ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള വന്യ വയോധികനായ ഇർഫാൻ ഹബീബ്, അങ്ങനെയുള്ള നിരവധി പേർ അവരുടെ ഇടപെടലുകളിലൂടെ ഇതിനെ ഇന്ത്യയിലൊട്ടാകെ കൊണ്ടുവരികയും വിദേശ രാജ്യങ്ങളിൽ പോലും പണിക്കർ സാറ് നെതർലാൻഡ്സിലെ അമേരിക്കയിലെ സർവകലാശാല ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്തു. സാഫ്രണൈസേഷൻ എന്നാണ് അതിന് പറഞ്ഞത്. കാവ്യവൽക്കരണം എന്ന പേരിൽ നമ്മൾ മലയാളത്തിൽ അതിനെ പരിഭാഷപ്പെടുത്തിയൊക്കെ ഇവിടെ ചർച്ച നടത്തി. ഒരുപാട് പ്രശ്നങ്ങളന്ന്, അല്ലെങ്കിൽ ഒരുപാട് പ്രചരണം നമ്മളന്ന് കേരളത്തിൽ സ്കൂൾ പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1975, 76 കാലത്ത്, അടിയന്തരാവസ്ഥ നടക്കുന്ന കാലത്താണ്. NCERT എന്ന് പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ കമ്മിറ്റി അവർ സ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടെക്സ്റ്റ് ബുക്കുകൾ നിർമ്മിച്ചു. അതിൽ ചരിത്രം 3 പുസ്തകമായിട്ടാണ് ഇറക്കിയത്. പ്രാചീന ചരിത്രം, മധ്യകാല ചരിത്രം, ആധുനിക ചരിത്രം എന്ന പേരിൽ. പ്രാചീന ചരിത്രം എഴുതിയത് ശർമ്മ, മധ്യകാല ചരിത്രം സതീഷ് ചന്ദ്ര, UGCയുടെ ചെയർമാനൊക്കെ ആയിരുന്ന സതീഷ് ചന്ദ്ര, ആധുനിക ചരിത്രം എഴുതിയത് ബിപിൻ ചന്ദ്ര. പക്ഷേ ഒരു എഡിറ്റോറിയൽ സമിതി ഉണ്ടായിരുന്നു. അതിൽ പണിക്കർ സാറ്, പാറ്റചാർജി, റൊമീല താപ്പർ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. റൊമീല താപ്പർ BBC-ക്ക് നടത്തിയ ഒരു പ്രഭാഷണ പരമ്പര ഉണ്ടായിരുന്നു പ്രാചീന ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച്. ആ BBC പ്രസംഗങ്ങൾ ഉൾപ്പെടെയാണ് ശർമ്മ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പിന്നീട് പണിക്കർ സാറ് ഞങ്ങളുടെ ഈ പാഠപുസ്തക ചർച്ചയൊക്കെ മതമില്ലാത്ത ജീവൻ ചർച്ചയാവുന്ന സമയത്ത് സാറ് പറയുമായിരുന്നു, എത്ര സഹിഷ്ണുതയോടെയാണ് അന്നത്തെ ചരിത്രകാരന്മാർ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിൽ ഇരുന്നത് എന്ന്. ഒരു വാക്കിനെ ചൊല്ലി, വാചകത്തെ ചൊല്ലി അവർ തമ്മിൽ തർക്കിക്കും, അടിപിടി കൂടും. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ എഴുതിക്കൊണ്ടെന്ന് അപ്രൂവ് ചെയ്ത് വിടുന്ന ഇവിടുത്തെ ഏർപ്പാടല്ല. അവർ ചർച്ച ചെയ്തു, ഓരോന്നോരോന്നായി ചർച്ച ചെയ്ത് വാചകം മുതലായ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ കൃത്യതയോടുകൂടി ഇറക്കിയ ടെക്സ്റ്റ് ബുക്കുകൾ കേരളത്തിൽ ഞങ്ങൾ ഡിഗ്രി ക്ലാസ്സിലാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി കേന്ദ്ര പദ്ധതി അനുസരിച്ച് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി തയ്യാറാക്കിയ ആ പാഠപുസ്തകങ്ങൾ കേരളത്തിലെ ബിരുദ പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരുന്നു. ഞാനത് ഉപയോഗപ്പെടുത്തിയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അത് പറയാൻ സാധിക്കും.
അപ്പം ആ ചരിത്രകാരന്മാർ തമ്മിൽ പുലർത്തേണ്ട ഒരു സഹിഷ്ണുതയുണ്ടല്ലോ. നമ്മളിപ്പോൾ അസഹിഷ്ണുതയാണ്, ആരെങ്ങനെ മറ്റവനെ പാര വയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മഹാപണ്ഡിതന്മാരുടെ ആ ദീർഘവീക്ഷണവും സഹിഷ്ണുതയും നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രഥയാത്ര നടക്കുന്ന അതേ സമയത്താണ് ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ വരുന്നത്. BJP അധികാരത്തിൽ വരുന്നതിൻ്റെ ഒരു ബാക്കി പത്രം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിൽ വംശഹത്യയുണ്ടായി. 91 കേശുഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് BJP സർക്കാർ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നത്. 10 കൊല്ലം കഴിഞ്ഞ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായപ്പോഴാണ് അവിടെ വംശഹത്യ തുടങ്ങുന്നതും ഇപ്പോഴും തെളിയിക്കപ്പെടാതെ പോകുന്നതും. അന്വേഷിച്ച നമ്മുടെ മലയാളിയായ RB ശ്രീകുമാറിനെ പോലുള്ള ആൾക്കാരെയൊക്കെ ശിക്ഷിച്ചതും പിന്നെ കോടതി ഇടപെട്ട് നിൽക്കുന്നതൊക്കെ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പാഠപുസ്തകത്തെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ, വിദ്യാഭ്യാസത്തെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ പണിക്കർ സാറിൻ്റെ ഇടപെടൽ അതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളാണ് ഭാവി തലമുറയെ രൂപപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞ ചരിത്രകാരന്മാരെല്ലാം തന്നെ മാർക്സിസത്തെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തെ ഒരു അപഗ്രഥന ഉപകരണമായി കാണുന്ന ആൾക്കാരാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് പലപ്പോഴും അവർക്ക് ഏറ്റുമുട്ടേണ്ടതായി വന്നിട്ടുണ്ട്. ആ ഏറ്റുമുട്ടൽ തുടങ്ങുന്ന ഡാങ്കയുടെ കാലം മുതലാണ്. ഡാങ്കെ 1947-48 കാലത്ത് ഇന്ത്യയെക്കുറിച്ചൊരു സമഗ്ര ചരിത്ര രചനാ പദ്ധതിക്ക് രൂപം കൊടുത്തു. അതിൽ ഒന്നാമത്തെ വാല്യം പുറത്തു വന്നു. ഇന്ത്യ ഫ്രം പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്നും അടിമത്തത്തിലേക്ക്. യൂറോപ്യൻ ചരിത്രത്തെ മാർക്സ് എങ്ങനെയാണോ ഘട്ട വിഭജനം നടത്തിയത്, പീരിയഡൈസേഷൻ നടത്തിയത്, അതേ മാതൃകയിൽ ഇന്ത്യൻ സമൂഹത്തെ വിലയിരുത്താനും വിഭജിക്കാനും ഒക്കെയാണ് ഡാങ്കെ ശ്രമിച്ചത്. ഡാങ്കയുടെ ആ പുസ്തകം പുറത്തു വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബോംബെയിലെ ഒരു ഹൗസ് ജേണൽ, ഒരു സംഘടനയുടെ മാസിക, നമ്മുടെയൊക്കെ ഏതെങ്കിലും സംഘടനയുടെ മാസിക എന്ന് പറയാവുന്ന ഒരു RG ഭണ്ഡാർക്കർ റിസർച്ച് ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ, അത് പൂനെയിലാണ് ആ സ്ഥാപനം, അതിൻ്റെ മാസികയാണ് ജേണൽ ഓഫ് JVORI എന്ന് പറയും. അതിലൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു. DD കൊസാംബി എന്നൊരാളാണ്, ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറാണ്, ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലെ ഫെല്ലോ ആണ്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ പിന്നെ ഈ ചരിത്രത്തെ എങ്ങനെ സമീപിക്കരുത്, ഹൗ നോട്ട് ടു അപ്രോച്ച് ഹിസ്റ്ററി എന്നുള്ള മട്ടിലാണ്. അതിൽ ആദ്യത്തെ വാചകം തന്നെ ഈ പുസ്തകം നിരൂപണ യോഗ്യമല്ല, എങ്കിലും ഞാനിത് ചെയ്യുന്നത് എന്തെന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിനായ തൊഴിലാളികളും കർഷകരും അവരുടെ അനിഷേധ്യ നേതാവായിട്ട് SA ഡാങ്കയെ കണക്കാക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആധികാരികമെന്ന് ഇവർ വിചാരിക്കും, അവർ വഴിതെറ്റിപ്പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ വിമർശിക്കുന്നത് എന്നായിരുന്നു. അതൊരു ഖണ്ഡന വിമർശനമായിരുന്നു. അതിൻ്റെ അവസാനം 1-2 പേജ് വരുന്നുള്ള പുസ്തകം പിന്നീട് അദ്ദേഹത്തിൻ്റെ കളക്റ്റഡ് എസ്സേസിൻ്റെ കൊസാംബിയുടെ സമാഹൃത കൃതികളുടെ കൂട്ടത്തിൽ ആ ലേഖനം വന്നിട്ടുണ്ട്. അവസാനത്തെ വാചകം, പ്രിയപ്പെട്ട ഡാങ്കെ, താങ്കൾ ഇനി ചരിത്രം എഴുതരുത്. അത് അദ്ദേഹത്തിന് ഡാങ്കയ്ക്ക് മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും ഡാങ്കയ്ക്ക് മനസ്സിലായി. ഡാങ്കെ പിന്നെ എഴുതിയിട്ടില്ല. ഡാങ്കെ പിന്നെ എഴുതിയത് അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ചേർന്ന് ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അതിനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഡാങ്കെ എഴുതിയിട്ടുള്ളൂ. ബാക്കി മുഴുവൻ പാർട്ടിക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ലഘുലേഖകളോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എത്ര കൃത്യതയോടുകൂടിയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അപക്വമായ ചരിത്ര വീക്ഷണത്തെ ഒരു അക്കാദമിക പണ്ഡിതൻ വിമർശിച്ചത് എന്നും അത് അക്കാദമിക പണ്ഡിതനും ഡാങ്കയും തമ്മിലുള്ള അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത അതിൽ കാണാൻ പറ്റും. ഇതിൽ ഡാങ്കയ്ക്ക് വലിയ ഖേദമുണ്ടായി, അദ്ദേഹം വിമർശിച്ചു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ മാർക്സിസം എന്താണെന്ന് കൊസാംബിക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിമർശിച്ചതെന്ന് ഡാങ്കെ പറഞ്ഞു. അദ്ദേഹത്തിന് മാർക്സത്തെക്കുറിച്ചുള്ള ജ്ഞാനം തൊലിപ്പുറമേ ഉള്ളൂ എന്നാണ് ഡാങ്കെ ഉപയോഗിച്ച വാക്ക്. അതിന് കൊസാംബി മറുപടി പറഞ്ഞത്, എൻ്റെ തൊലിക്ക് അപാരമായ കട്ടിയാണ്, അതുകൊണ്ട് കുറച്ച് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. അവർ നമ്മൾ വെർബൽ യുദ്ധം എന്നൊക്കെ പറയാം, വാക്കുകൊണ്ടുള്ള യുദ്ധം എന്നൊക്കെ പറയാം. അവിടെ നിന്നാണ് കൊസാംബി എന്ന ചരിത്രകാരൻ ജനിക്കുന്നത്. അതാണ് 1956 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യ ചരിത്ര പഠനത്തിനൊരു മുഖവുര എന്ന രീതിയിൽ മാർക്സിസ്റ്റ് രീതിശാസ്ത്രം ഉപയോഗിച്ച് ഒരു അക്കാദമിക പണ്ഡിതൻ എഴുതിയ പുസ്തകം. അത് ഇന്ത്യയിലെ ചരിത്രരചനയ്ക്ക് ഒരു വഴിത്തിരിവായിരുന്നു.
പിന്നീട് വന്ന പലരും ഞാൻ ഈ നേരത്തെ പേരെടുത്ത് പറഞ്ഞ മുഴുവൻ പേരും ചരിത്രപരമായ ഭൗതികവാദത്തെ, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തെ ചരിത്രകൃതികൾ അപഗ്രഥിക്കുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്ന് കളിച്ചവരാണ്. അതിലാദ്യത്തെ ഉപയോക്താവാണ് നമ്മുടെ ഇർഫാൻ ഹബീബ്. 1962 അദ്ദേഹത്തിൻ്റെ PhD തീസിസ് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. മുഗൾ കാലഘട്ടത്തിലെ സാമ്പത്തിക പരിണാമത്തെ സംബന്ധിച്ചുള്ള പുസ്തകം ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ആ പുസ്തകമാണ് ആദ്യമായിട്ട് ആ പഠന രൂപത്തിൽ വരുന്നത്. പിന്നീട് ശർമ്മ ഥാപ്പറക്കത്തുള്ള ആൾക്കാർ വരുന്നു. ഏതാണ്ട് ഇതേ കാലഘട്ടത്തിലാണ് അന്റോണിയോ ഗ്രാംഷി ഇന്ത്യയിലെത്തുന്നത്. ഗ്രാംഷിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹം ജയിലിൽ കിടന്ന് മരിച്ചുപോയി. അദ്ദേഹം ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു, ടൂറിലെ പാർലമെൻറ്റ് അംഗവുമായിരുന്നു. ആദ്യം രൂപീകരിച്ച, അതായത് കോമിൻറ്റേൺ എന്ന് നമ്മൾ പറയുന്ന 3ാം ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. കുറേ കാലം മോസ്കോയിലാണ് താമസിച്ചിരുന്നത്. തിരിച്ചു വന്ന് പാർലമെൻറ്റ് അംഗമാകുന്നു. മുസോളിനി അധികാരത്തിലേറിയപ്പോൾ 1929 അദ്ദേഹത്തെ ശിക്ഷിച്ചു. 20 കൊല്ലക്കാലത്തേക്കാണ് ശിക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് രോഗം, ഒന്നാമത് കൂന് എന്ന് പറയുന്ന ഹഞ്ച് ബാക്കാണ്, ഒരുപാട് രോഗങ്ങളുണ്ട്. അദ്ദേഹത്തെ അതുകൊണ്ട് ആശുപത്രി ജയിലെന്ന് പറയാവുന്നൊരു സാനറ്റോറിയത്തിലേക്ക് മാറ്റി. അവിടെ നിന്നും അദ്ദേഹം എഴുതിയ കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയും മറ്റ് സുഹൃത്തുക്കളും കൂടെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ കൊണ്ടുവരും. അത് ചോർത്തി കൊണ്ടുവന്നു. ഇറ്റാലിയൻ ഭാഷയിലാണ് അത് മുഴുവൻ എഴുതിയിട്ടുള്ളത്. 37 ഗ്രാംഷി ജയിലിൽ വെച്ച് മരിക്കുന്നു. 45 ഈ മുസോളിനിയുടെ പതനത്തിന് ശേഷം ഈ ഇറ്റാലിയൻ ഭാഷയിലുള്ള ഈ കൃതികളെല്ലാം കൂടെ സമാഹരിച്ച് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസിദ്ധീകരിച്ചു. ഗ്രാംഷി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ റോമിലൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ പണിക്കർ സാറ് പോയിട്ടുണ്ട് എന്നും അവിടെ ഈ മുഴുവൻ രേഖകളും അദ്ദേഹം ഇംഗ്ലീഷിലും ഇറ്റാലിയിലുള്ള രേഖകൾ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പണിക്കർ സാർ പിന്നീട് പറയുകയുണ്ടായി. അത് അമേരിക്കയിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചു 1950കളുടെ ആരംഭത്തിൽ. അത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരെ ഏറെ സ്വാധീനിച്ചു, ഇംഗ്ലീഷിലായതുകൊണ്ട്. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ 1952-53 കാലമാകുമ്പോൾ അങ്ങേറ്റത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ട കാലമായിരുന്നു. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് 1953 സ്റ്റാലിൻ മരിക്കുന്നു. സ്റ്റാലിൻ മരിച്ച ശേഷം സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, സ്റ്റാലിൻ സർവാധിപത്യമുള്ളവനായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായിരുന്നവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാത പിന്തുടരുന്നവർ, അംഗങ്ങളല്ലെങ്കിൽ പോലും ആ പാത പിന്തുടരുന്നുമായിരുന്ന നിരവധി ചരിത്രകാരന്മാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ലണ്ടനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്റോറിയൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. EP തോംസൺ, എറിക് ഹോബ്സ്ബോം, പെരി ആൻഡേഴ്സൺ തുടങ്ങിയ ആൾക്കാർ, വിക്ടർ കിയർനാൻ ഒക്കെ തുടങ്ങിയ ആൾക്കാർ മാർക്സിസ്റ്റ് പണ്ഡിതന്മാരായിരുന്നു. അവരൊക്കെ പാർട്ടിയുമായിട്ട് അകന്നു. കാരണം സ്റ്റാലിനെ പോലൊരു സർവാധിപതി, കൂടെയുള്ളവരെ കൊല്ലുന്നവൻ, ആരെയും വിശ്വസിക്കാത്തവരെന്നുള്ള ആക്ഷേപം ഇംഗ്ലീഷ് മീഡിയ അത് അങ്ങേറ്റം ശക്തമായിട്ട് പ്രചരിപ്പിച്ചപ്പോൾ അതൊരു വലിയ പ്രശ്നം വന്നു. അവർക്ക് 2 പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്നൊരെണ്ണവും ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ ലെഫ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ മറ്റൊരെണ്ണം, 2 എണ്ണം, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്, ലെഫ്റ്റ് റിവ്യൂ. ആ ലെഫ്റ്റ് റിവ്യൂ പിന്നീട് അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയപ്പോൾ എറിക് ഹോബ്സ്ബോം മാത്രം പാർട്ടിയിൽ അംഗമായി തുടർന്നു. ഗ്രാംഷിയെ ഏറ്റവും നന്നായി ഉപയോഗിച്ച പാശ്ചാത്യ ചരിത്രകാരന്മാരിൽ പ്രമാണി ആരെന്ന് ചോദിച്ചാൽ അത് എറിക് ഹോബ്സ്ബോമാണ്. 1960കൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വന്നു തുടങ്ങി. ലേബറിംഗ് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത്, ലേബറിംഗ് മെൻ, പ്ലണ്ടേഴ്സ്, പൈറേറ്റ്സ്, കൊള്ളയടിക്കാരെക്കുറിച്ച് ചരിത്രം, വർക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് ചരിത്രം, അങ്ങനെ പലതരത്തിൽ നമ്മൾ ചരിത്രത്തിൻ്റെ മുഖ്യധാരാ ചരിത്രകാരന്മാർ ഉപേക്ഷിക്കുകയോ വിട്ടുകളയുകയോ ചെയ്യുന്ന നിരവധി മനുഷ്യരുടെ കൂട്ടായ്മകളെ, അവരുടെ സംഭാവനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ഗ്രാംഷിയുടെ സ്വാധീനം എറിക് ഹോബ്സ്ബോമിൽ വന്നു. അതാണ് 1980കളുടെ മധ്യത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഏജ് എന്ന് പറയുന്ന യുഗ ചരിത്രം, ഒന്നാമത്തത് ഏജ് ഓഫ് റെവല്യൂഷൻ 789-848, ഏജ് ഓഫ് ക്യാപിറ്റൽ 848-871, ഏജ് ഓഫ് എംപയർ 871-914, ഏജ് ഓഫ് എക്സ്ട്രീംസ് 914-992. അപ്പോൾ 20ാം നൂറ്റാണ്ട് ചരിത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തുടങ്ങുന്നത് 1914-ലാണ്, അവസാനിപ്പിക്കുന്ന 92-ൽ സോവിയറ്റ് യൂണിയൻ തകരുമ്പോഴാണ്. അതിനെ യുഗ ചരിത്ര ചതുഷ്ടയം എന്ന പേരിൽ ഞങ്ങളൊക്കെ അത് മലയാളത്തിലൊക്കെ പറയുമായിരുന്നു, പരിഭാഷയൊന്നും വന്നിട്ടില്ല. ആ പുസ്തകങ്ങളൊക്കെ ഹോബ്സ്ബോം എഴുതുന്നത് ഗ്രാംഷിയുടെ സ്വാധീനത്തിൽപ്പെട്ടിട്ടാണ്. അതേ സ്വാധീനമാണ് പിന്നീട് ഇന്ത്യൻ ചരിത്രകാരന്മാരിൽ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇർഫാൻ ഹബീബ്, അതേപോലെ പണിക്കർ, ബിപിൻ ചന്ദ്രയും പണിക്കർ സാറും എല്ലാം കൂടി ചേർന്ന് എഴുതിയ ഒരു ഹിസ്റ്ററി ഓഫ് ഇന്ത്യാസ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് പാഠപുസ്തകമായിരുന്നു, ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൽ 6-7 ആൾക്കാർ കൂടി ചേർന്ന് എഴുതിയതാണ്. അതിൽ ബിപിൻ ചന്ദ്ര അതിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ 921 തൊട്ട് അല്ലെങ്കിൽ 20 തൊട്ട് 47 വരെ സ്വാതന്ത്ര്യം ലഭിക്കുന്നവരെ ഗാന്ധിജിയുടെ നയത്തെ സംബന്ധിച്ചുള്ളതാണ്. ഗാന്ധിജി എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നേരിട്ടത്? ഗ്രാംഷിയൻ ടൂൾസ് ഉപയോഗിച്ച് അദ്ദേഹം പറയുകയാണ്, അത് STS, സ്ട്രഗിൾ ട്രൂസ് സ്ട്രഗിൾ, സമരം ഒത്തുതീർപ്പ് സമരം. ഈ ഒരു സാധനം ഗാന്ധിയുടെ സമരത്തിൽ കാണാമെന്നാണ്. 921 നിസ്സഹകരണം ആരംഭിക്കുന്നു, 22 അത് പിൻവലിച്ച് ഒത്തുതീർപ്പാക്കുന്നു, 31 ഒത്തുതീർപ്പ് സമരം തുടങ്ങുന്നു, ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുന്നു 31, 32 ആയപ്പോഴേക്കും അത് ഒത്തുതീർപ്പിലേക്ക് വരുന്നു. പിന്നെ അവസാനത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. വീണ്ടും അത് ഒത്തുതീർപ്പിലേക്ക് പോയത് കൊണ്ടാണ് 47 അധികാര കൈമാറ്റം വരുന്നത്. ഈ STS എന്ന് പറയുന്ന ഒരു 3 അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിപിൻ ചന്ദ്ര ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അപഗ്രഥിക്കുന്നു. അതിൽ അദ്ദേഹം 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പിന്നെ യുദ്ധത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. യുദ്ധം എങ്ങനെയാണ്? യുദ്ധം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര യുദ്ധമാണ്, പക്ഷേ പോരാളികൾ നേരിട്ടുള്ളതല്ല. ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടുള്ളത് അധിനിവേശക്കാരും കോളനിക്കാരും തമ്മിലുള്ള യുദ്ധമാണ്. സൈനികമായ ആക്രമണവും പ്രത്യാക്രമണവുമാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിരുന്നാലും ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നാലും ഏഷ്യൻ രാജ്യങ്ങളായിരുന്നാലും. ഇപ്പോൾ ചൈനയിൽ എങ്ങനെയാണ്? 2 സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ്? ബർമയിൽ എങ്ങനെയാണ്? പക്ഷേ ഇന്ത്യയിലോ സൈന്യങ്ങളില്ലാതെ ഭരണകൂടത്തെ എതിർക്കുന്ന ജനങ്ങളും തമ്മിലാണ്, ബഹുജനങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഈ ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതാണ് ഗ്രാംഷിയൻ ടൂൾസ് വെച്ചുകൊണ്ട് പണിക്കർ സാറും പിന്നീട് ബിപിൻ ചന്ദ്രയും പണിക്കർ സാറും കൂടി അന്വേഷിക്കുന്നത്. അതിൽ ഈ അടിയന്തരാവസ്ഥ പിന്നീട് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ടുവേർഡ്സ് ഫ്രീഡം. 37 തൊട്ട് 47 വരെയുള്ള 10 കൊല്ലക്കാലത്തെ 10 വാല്യങ്ങളായി പ്രസിദ്ധീകരിക്കാനുള്ളൊരു പദ്ധതി ICHR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് തീരുമാനിക്കുന്നു. നമ്മുടെ KCHR അതേ രൂപത്തിലാണ് ഇവിടെ രൂപീകരിച്ചത്. 10 വാല്യം, ഒരു വാല്യം ഒരു കൊല്ലത്തിന് ഒരു വാല്യം എന്നുള്ള നിലയ്ക്ക്. അതിൽ 39-40 കാലത്തെ വാല്യമാണ് പണിക്കർ സാറ് എഡിറ്റ് ചെയ്യാൻ. എഴുത്തുകാർ വേറെ ഉണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ വെറുതെ അങ്ങ് എഴുതി വിടുകയല്ല. അതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അവതരണം നടത്തണം. ആമുഖമായിട്ടൊരു എഡിറ്ററുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അവതരണം ഉണ്ടാവും. ആ അവതരണത്തെ സംബന്ധിച്ച് പണിക്കരുടെ സമീപനം പിന്നീട് പ്രതിഷേധമുണ്ടാക്കി ആ പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു. ICHR തീരുമാനിച്ച പുസ്തകം പിന്നീട് പല സമരങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ഭാഗികമായി അത് മ്യൂട്ടേഷൻസൊക്കെ വരുത്തി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാതെ തന്നെ അത് വന്നു. എന്തായാലും ഭാഗ്യവശം നമ്മളത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ അതാണ് ഈ ടുവേർഡ്സ്. അപ്പോൾ ഇതിലൊക്കെ സാർ ഉപയോഗിക്കുന്നത് ഗ്രാംഷിയൻ ടൂൾസാണ്. ഗ്രാംഷി പറയുന്ന മാർക്സിസത്തിന് ഗ്രാംഷി കൊടുത്ത സംഭാവനയാണ് നമ്മൾ ഗ്രാംഷിയൻ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം മാർക്സും എംഗൽസും ഒക്കെ ഈ 48 മാനിഫെസ്റ്റോ മുതൽ പിന്നീടുള്ള നിരവധി ഗ്രന്ഥങ്ങളിലൂടെ, ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു വന്നപ്പോൾ സമൂഹ പരിണാമത്തിന് അടിസ്ഥാന കാരണമാകുന്ന ഉൽപ്പാദന പ്രക്രിയയിലെ മാറ്റം, ആ ഉൽപ്പാദന പ്രക്രിയയ്ക്ക് അവരിട്ട പേര് അടിത്തറ എന്നാണ്, ബേസ്. ആ അടിത്തറയിന്മേൽ വളർന്നു വരുന്ന ഒരു സൂപ്പർ സ്ട്രക്ചർ, അതിന് മേൽപ്പുര എന്നാണ് നമ്മൾ മലയാളത്തിൽ കൊടുത്തത്. അപ്പോൾ അടിത്തറയും മേൽപ്പുര എന്നുള്ളൊരു സംജ്ഞ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്, പ്രത്യേകിച്ച് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽ, ചരിത്രപരമായ ഭൗതികവാദത്തിൽ. അടിത്തറയെ നിർണ്ണയിക്കുന്നത് ഉപകരണങ്ങളിൽ വരുന്ന അനുസ്യൂതമായ മാറ്റമാണ്. ആ മാറ്റം പുതിയ ഉപകരണങ്ങളുടെ നവീകരണത്തിലേക്കും ആ നവീകരണത്തിനനുസരിച്ചുള്ള ഉൽപ്പാദനത്തിലെ മാറ്റത്തിലേക്കും ആ ഉൽപ്പാദനത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ നവീകരണത്തിനനുസരിച്ച് മനുഷ്യൻ്റെ വിജ്ഞാനത്തിലുണ്ടാകുന്ന നവീകരണം, അപ്പം ഉപകരണങ്ങളുടെ നവീകരണവും വിജ്ഞാനത്തിൻ്റെ നവീകരണത്തിനനുസരിച്ച് ഉപകരണങ്ങൾ നവീകരിക്കുന്നു, ഉപകരണങ്ങളുടെ നവീകരണത്തിനനുസരിച്ച് വിജ്ഞാനം നവീകരിക്കപ്പെടുന്നു. അപ്പോൾ ഉപകരണങ്ങളുടെ നവീകരണവും വിജ്ഞാനത്തിൻ്റെ നവീകരണവും പരസ്പര പൂരകമായി മുന്നേറുന്നു. ഇങ്ങനെ മുന്നേറുമ്പോഴാണ് ഈ പരസ്പര പൂരകമായി മുന്നേറുന്ന വിജ്ഞാനത്തിൻ്റെ നവീകരണമാണ് മേൽപ്പുര. ഒരു ഉൽപ്പാദന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മൂല്യങ്ങൾ, വിചാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, തത്വസംഹിത മുതലായവകളൊക്കെ അടിത്തറയിൽ മാറ്റം വരുമ്പോൾ മാറും, മേൽപ്പുരയും മാറും. ഇതാണ് മാർക്സിയൻ സങ്കല്പം. ഈ മാർക്സിയൻ സങ്കല്പം ഇക്കണോമിക് ഡിറ്റർമിനിസമാണ്, സാമ്പത്തിക മാത്രവാദമാണ് എന്നൊരു വിമർശനം മാർക്സിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായി. മാർക്സ് പലപ്പോഴും അതിന് വിശദീകരണ കുറിപ്പുകൾ എഴുതി അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയേണ്ടി വന്നു. പിന്നീട് എംഗൽസും അത് പറഞ്ഞിട്ടുണ്ട്.
പക്ഷേ എങ്കിലും ശത്രുക്കൾ വിട്ടില്ല. ഇവ അന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ഇവരെ സാമ്പത്തിക മാത്രവാദ ചരിത്രകാരന്മാരോ പണ്ഡിതന്മാരോ ആയിട്ട് വിമർശിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനൊരു വ്യക്തത വരുത്തിയത്, കൂടുതൽ പഠനം നടത്തിയത് ഗ്രാംഷിയാണ്. ഈ ജയിൽ കുറിപ്പുകൾ പുറത്തു വന്നപ്പോഴാണ് അത് മനസ്സിലാക്കുക. പ്രസൻറ്റ് നോട്ട് ബുക്സ് എന്നാണ് എൻ്റെ പേര്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ വന്നപ്പോൾ പ്രസൻറ്റ് നോട്ട് ബുക്സ് എന്ന് തന്നെ 6-7 വാല്യങ്ങളായിട്ട് വന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വന്നിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്നും പിന്നെ ഞാൻ പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകം മൈത്രി ബുക്ക് പ്രസിദ്ധീകരിച്ചത് പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസിദ്ധീകരിച്ചു, കൂടുതൽ കാര്യങ്ങൾ ചേർത്തുകൊണ്ട്. മിക്കവാറും എല്ലാ ലേഖനങ്ങളും മലയാളത്തിലേക്ക് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സാമ്പത്തിക രംഗത്തെ മാറ്റം ഉപരിഘടനയെ ബാധിക്കുന്നത് എന്നുള്ളതിനാണ് പറയുന്നത്. അതുകൊണ്ട് ഗ്രാംഷിയെ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹം ഉപരിഘടനയുടെ സൈദ്ധാന്തികൻ, ഫിലോസഫർ ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പോൾ ഫിലോസഫർ ഓഫ് ദ സൂപ്പർ സ്ട്രക്ചറാണ് ഗ്രാംഷിയെങ്കിൽ, ഗ്രാംഷിയെ പിന്തുടർന്ന ചരിത്ര പണ്ഡിതന്മാരോ അവർ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ബുദ്ധിജീവികളാണ്. അപ്പോൾ അതിൽ ഗ്രാംഷി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിൽ മാറ്റം വരുത്തുന്നതിന് പോരാടുന്നത് ഒരു ഭാഗത്ത് തൊഴിലാളികൾ അവരുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ ഉപകരണം നവീകരിക്കുന്നു, നവീകരണത്തിനനുസരിച്ച് ഉൽപ്പാദനം മാറുന്നു. കൈത്തറിയിൽ നിന്നും യന്ത്രത്തറിയിലേക്ക്, അല്ലെങ്കിൽ ആവി യന്ത്രത്തിലേക്ക്, മറ്റേ കരി കൊണ്ട് ഊർജ്ജമുണ്ടാക്കുന്നതിൽ നിന്നും ആവി യന്ത്രത്തിലേക്ക് പോകുന്നു, ആവി യന്ത്രത്തിൽ നിന്നും വൈദ്യുതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ നവീകരണം നടന്ന തൊഴിലാളി ഇടപെടുന്നതുകൊണ്ടാണ്. അതിന് സഹായിക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാരുണ്ടാവാം, പക്ഷേ അവരാണിത് മാറ്റുന്നത്. അങ്ങനെ മാറ്റുമ്പോൾ സമൂഹത്തിൽ ഈ മാറ്റത്തെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ജനങ്ങളുടെ സമ്മതിക്കായിട്ട് പോകുന്നു. സമ്മതിയുടെ നിർമ്മിതി പിന്നീട് ഇദ്ദേഹം പറഞ്ഞാണ് മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം, അമേരിക്കൻ പണ്ഡിതൻ്റെ സിദ്ധാന്തം. അപ്പോൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഇതിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക? അത് അംഗീകരിപ്പിക്കുന്നത് ബുദ്ധിജീവികളാണ്, ബുജികളാണ്. ആരാണ് ഈ ബുദ്ധിജീവി? ഗ്രാംഷി പറയുന്നു സമൂഹത്തിലെ മുഴുവൻ പേരും ബുദ്ധിജീവികളാണ്. ബുദ്ധിജീവി അല്ലാത്തൊരാളിന് ജീവിക്കാവുള്ളൂ. അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ചെരുപ്പ് കുത്തി തൻ്റെ ബുദ്ധി ഉപയോഗിച്ചാണ് മനോഹരമായൊരു ചെരുപ്പുണ്ടാക്കുന്നത്. അലക്കുകാരൻ മുണ്ടലക്കുമ്പോൾ അതിൽ അഴുക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്ന അയാൾ ബുദ്ധി ഉപയോഗിച്ചാണ്. അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ആരും സമൂഹത്തിൽ ജീവിക്കുന്നില്ല. ബുദ്ധിയുള്ളത് മനുഷ്യനാണ് ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ബുദ്ധിയെ നവീകരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ എല്ലാ ബുദ്ധിജീവികളും അങ്ങനെയല്ല. ബുദ്ധിയുള്ളവരാണ്, പക്ഷേ എല്ലാവരെയും ബുദ്ധിജീവി എന്ന യഥാർത്ഥ അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു വർഗീകരണം നടത്തുന്നു. ബുദ്ധിജീവികൾ 2 തരത്തിലുണ്ട്. പാരമ്പര്യ ബുദ്ധിജീവികളും പരമ്പരാഗത ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസും ആധുനിക ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ജൈവ ബുദ്ധിജീവിയും ഓർഗാനിക് ഇൻ്റലക്ച്വൽസ്. ഈ 2 തരത്തിലുണ്ട്. പാരമ്പര്യ ബുദ്ധിജീവികളാണെങ്കിൽ അവർ മഹാപണ്ഡിതന്മാരാണ്, ഒരുപാട് ഓർമ്മശക്തി ഉള്ളവരാണ്, കഴിവുള്ളവരാണ്, എല്ലാം ഓർത്തു വച്ചേരിക്കും. പക്ഷേ ആ ഓർത്തു വയ്ക്കുന്നത് മുഴുവൻ മുമ്പത്തെ ഒരു ഉൽപ്പാദന വ്യവസ്ഥ നിർമ്മിച്ച മൂല്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഋഗ്വേദം മുഴുവനും കാണാപ്പാടമായിരിക്കാം, മനുസ്മൃതി കാണാപ്പാടമായിരിക്കാം, ധർമ്മങ്ങളും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും അറിയാം, അത് ഓർമ്മയെന്ന് ചൊല്ലാൻ പറ്റും. പൂജാരിമാരാണെങ്കിൽ അവർ മൂലമന്ത്രവും വിശേഷാൽ മന്ത്രവും അറിയാം. ഏത് പൂജാ വിഗ്രഹത്തെയും പ്രസാദിപ്പിക്കാത്തക്കൊണ്ടുള്ള പാണ്ഡിത്യമുള്ളവരാണ്. അവർ പാരമ്പര്യ ബുദ്ധിജീവികളാണ്. കാരണം അവർ നിലവിലുള്ള മുമ്പേതോ ഒരു സമൂഹത്തിൽ മുമ്പേതോ ഒരു സമ്പദ്ഘടനയിൽ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങളെ മാറ്റമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സംരക്ഷിക്കാനും വേണ്ടി ശ്രമിക്കുന്നവരാണിവർ. അവർ ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ പരമ്പരാഗത പാരമ്പര്യ ബുദ്ധിജീവികൾ. എന്നാൽ മുമ്പേതോ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ച മൂല്യം, ആ ഉൽപ്പാദന വ്യവസ്ഥ മാറി പുതിയൊരെണ്ണം വന്നിട്ടും അതിനാനുപാതികമായോ ആനുഷംഗികമായോ മാറാതിരിക്കുന്ന മൂല്യങ്ങളെ എതിർത്തുകൊണ്ട് പുതിയ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ബുദ്ധിജീവികളാണ്. അവർക്ക് സമൂഹത്തെ പഠിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പഠിച്ച് പുതിയ സിദ്ധാന്തങ്ങൾ, പുതിയ മൂല്യങ്ങൾ, പുതിയ ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. അതിനവരെയാണ് ജൈവ ബുദ്ധിജീവി എന്ന് പറയുക. അപ്പോൾ സമൂഹത്തിൽ പോരാട്ടം നടക്കുന്ന തൊഴിലാളിയും മുതലാളിയും തമ്മിലാണെങ്കിൽ, അല്ലെങ്കിൽ ഉപരിവർഗവും താഴ്ന്ന വർഗവും തമ്മിലാണെങ്കിൽ, ആശയരംഗത്ത് സൈദ്ധാന്തിക രംഗത്ത് ഏറ്റുമുട്ടൽ, വർഗസമരം നടക്കുന്നത് ട്രഡീഷണൽ ഇൻ്റലക്ച്വലും ഓർഗാനിക് ഇൻ്റലക്ച്വലും തമ്മിൽ. വർഗസമരം അവിടെ ഉണ്ട്. വർഗസമരം അടിത്തട്ടിൽ മാത്രമല്ല, തൊഴിലാളിയും മുതലാളിയും തമ്മിൽ മാത്രമല്ല, അല്ലെങ്കിൽ ജന്മിയും അടിയാനും തമ്മിലല്ല, അല്ലെങ്കിൽ അടിമയും ഉടമയും തമ്മിലല്ല മാത്രമല്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിലും നിലവിലിരിക്കുന്ന മൂല്യസങ്കല്പങ്ങളെ സംരക്ഷിക്കുന്നവരും ആ മൂല്യസങ്കല്പങ്ങളെ മാറ്റണമെന്ന് പറയുന്നവരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, വർഗസമരം ഉണ്ടായിട്ടുണ്ട്. സമരം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇടർച്ചയില്ലാതെ മുന്നേറുന്ന ഒന്നാണ്. അതാണ് ഈ ബുദ്ധിജീവികളുടെ പങ്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ബുദ്ധിജീവികളുടെ പങ്ക് എന്താണ്?
അപ്പോൾ അതിന് അദ്ദേഹം പണിക്കർ സാറും കൂട്ടനും കൂട്ടുപിടിക്കുന്നത് ചരിത്രത്തെയാണ്. കാരണം ചരിത്രത്തിലൂടെയാണ് സമൂഹത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചരിത്ര പഠനമാണ്. ആ ചരിത്രത്തെ അദ്ദേഹം കാണുന്നത് ഒരു പോർമുഖമായിട്ടാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ഹിസ്റ്ററി ആസ് എ സൈറ്റ് ഓഫ് സ്ട്രഗിൾ. ചരിത്രം ഒരു സമരവേദിയാണ്. ഹിസ്റ്ററി ആസ് എ സൈറ്റ് ഓഫ് സ്ട്രഗിൾ. അപ്പം ചരിത്രം ഒരു സമരവേദിയാണെങ്കിൽ ചരിത്രകാരൻ ആര്? ആ ചരിത്രകാരൻ പോരാളിയാണ്. അപ്പം ചരിത്രകാരന്മാർ പോരാളികളായിരിക്കണം എന്നുള്ളതാണ് പണിക്കർ സാറിൻ്റെ നിർദ്ദേശം. അപ്പോൾ നമുക്ക് പണിക്കർ സാറിനെ വിളിക്കാം ദ വാറിയർ ഹിസ്റ്റോറിയൻ. പോരാട്ടക്കാരനായ ചരിത്രകാരനാണ് പണിക്കർ സാർ. ദ വാറിയർ ഹിസ്റ്റോറിയനാണ് അദ്ദേഹം. അതൊന്ന്. രണ്ട്, ഈ ബുദ്ധിജീവികൾ ചെയ്യുന്നത് എന്താണ്? പണിക്കർ സാർ ആവർത്തിച്ച് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതാണ് സാർ ഇപ്പോൾ മുരളി സാറ് പറഞ്ഞപ്പോൾ സാംസ്കാരിക രംഗത്ത് ഇടപെടാനുള്ള ഒരു 10 കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം നിരന്തരം പോരാടുമ്പോൾ ആരാ പോരാടേണ്ടത്? 1936-37 കാലത്ത് കേരളത്തിലും ഇന്ത്യയിലും പുരോഗമന സാഹിത്യ പ്രസ്ഥാനമുണ്ടായപ്പോൾ അന്നത്തെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനക്കാർ മറ്റുള്ളവരോടും നാട്ടുകാരോടും ചോദ്യം എന്താ? സാഹിത്യകാരന്മാരെ നിങ്ങൾ ഏതു ചേരിയിൽ എന്നായിരുന്നു. നിങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെയും കർഷകരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെയും കൂടെയാണോ, അതോ യാഥാസ്ഥിതികരായ ജന്മിത്വത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും വക്താക്കളായിട്ടാണോ സാഹിത്യരചന നടത്തുന്നത്? നിങ്ങൾ ഏതു ചേരിയിൽ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് പണിക്കർ സാർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ പണിക്കർ സാർ നമ്മോട് ചോദിച്ചത് എന്താണ്? ബുദ്ധിജീവികളെ നിങ്ങൾ ഏതു ചേരിയിൽ? നിങ്ങൾ പുരോഗമന പക്ഷത്താണോ, അല്ലെങ്കിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയുടെ ഭാഗത്താണോ? ആ ഉൽപ്പാദന വ്യവസ്ഥയെ പുരോഗമിപ്പിക്കാൻ വേണ്ടി, പരിഷ്കരിക്കാൻ വേണ്ടി, നവീകരിക്കാൻ വേണ്ടി പൊരുതുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും മറ്റ് നാനാവിധത്തിലുള്ള തൊഴിലാളികളുടെയും കൂടെയാണോ, അതോ കാലഹരണപ്പെട്ട ഒരു വ്യവസ്ഥയുടെ മൂല്യസങ്കല്പമായി നിൽക്കുന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വക്താക്കളായിട്ടാണോ നിൽക്കുന്നത്? അപ്പോൾ നമ്മോടുള്ള ചോദ്യം പണിക്കർ സാർ ചോദിക്കുന്നു, നിങ്ങൾ ഏതു ചേരിയിൽ? 36-37 കാലത്ത് ബുദ്ധിജീവി എന്നൊരു പരിവേഷം ആർക്കുമില്ല. ബുദ്ധിജീവി എന്നൊരു സങ്കല്പനമില്ലായിരുന്നു. മാർക്സിസം ആ സങ്കല്പനം കൊണ്ടുവന്നിട്ടില്ല. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. അതിൻ്റെ സമഗ്രമായ പഠനം നടത്താത്ത ഒരു പ്രാഥമിക ഘട്ടമായിരുന്നുകൊണ്ട് അന്ന് ബുദ്ധിജീവി എന്നില്ല. അന്ന് ബുദ്ധിജീവി എന്നുള്ള സങ്കല്പനം ഗ്രാംഷിയുടെ സിദ്ധാന്തം വെളിയിൽ വന്നിരുന്നെങ്കിൽ അന്നത്തെ ദാമോദരനും VMSഉം NE ബൽറാമും എല്ലാം കൂടി ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ബുദ്ധിജീവികളായ എഴുത്തുകാരെ, സാഹിത്യകാരന്മാരെ നിങ്ങൾ ഏത് ചേരിയിൽ എന്നായിരിക്കും ചോദിക്കുക. അത് ചോദിക്കാൻ അന്ന് ആ സിദ്ധാന്തം വന്നിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ പണിക്കർ സാറ് ചോദിച്ചു, ബുദ്ധിജീവികളെ നിങ്ങൾ ഏത് ചേരിയിൽ? കോളേജ് അധ്യാപകരെ നിങ്ങൾ ഏത് ചേരിയിൽ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ ഏത് ചേരിയിൽ? ട്രേഡ് യൂണിയൻകാരെ നിങ്ങൾ ഏത് ചേരിയിൽ? കർഷക പ്രസ്ഥാനക്കാരെ നിങ്ങൾ ഏത് ചേരിയിൽ? IT പ്രൊഫഷണലുകളെ നിങ്ങൾ ഏത് ചേരിയിൽ? നിർമ്മിതി ബുദ്ധിയെ ഉപയോഗിക്കുന്നവരെ നിങ്ങൾ ഏത് ചേരിയിലെന്ന് പണിക്കർ സാർ ആവർത്തിച്ച് നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ. പണിക്കർ സാറിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതാണ് ഒരു ചരിത്രകാരൻ ഒരു പോരാട്ടക്കാരനായിരിക്കണം, ചരിത്രത്തെ ഒരു സമര വേദിയായി കാണണമെന്ന് പണിക്കർ സാർ പറയാൻ കാരണം. അപ്പോൾ ഇൻ്റലക്ച്വൽസിൻ്റെ റോൾ എന്താ? ഓരോ കാലഘട്ടത്തിലും ഇൻ്റലക്ച്വൽ ഉണ്ട്. അത് നാടുവാഴിത്ത വ്യവസ്ഥയിലും ഉണ്ട്, മുതലാളിത്ത വ്യവസ്ഥയിലും ഉണ്ട്. ഇനി മുതലാളിത്ത വ്യവസ്ഥ മാറി മറ്റൊരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ വരികയാണെങ്കിൽ അവിടെയും ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രസി ആണെങ്കിൽ അവിടെയും ഉണ്ട്. കാരണം ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നത് ബുദ്ധിജീവികളാണ്. ആ ബുദ്ധിജീവിക്ക് പണ്ട് പറഞ്ഞിരുന്ന പേര് പുരോഹിതന്മാർ, പൗരോഹിത്യം എന്നാണ്. പൗരോഹിത്യം എന്നാൽ അമ്പലത്തിനിരിക്കുന്ന അല്ലെങ്കിൽ ദേവാലയത്തിനതിരിക്കുന്ന പുരോഹിതന്മാർ മാത്രമല്ല, അല്ലെങ്കിൽ കർദിനാളും മൊസലിയാരും ഇവിടുത്തെ ഒരു ഏതെങ്കിലും പൂജാരിയും മാത്രമല്ല. അവരുടെ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നൊരു പൊതുസമൂഹം അവിടെ ഉണ്ടാവും. അവരെയും കൂടെ നമുക്ക് പൗരോഹിത്യത്തിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. കാരണം നിലവിലുള്ള ഒരു വ്യവസ്ഥ മാറാതെ സൂക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതാണ് ബുദ്ധിജീവികൾ. അതിന് ഇടയാക്കുന്ന തരത്തിൽ, അതിന് സഹായിക്കുന്ന തരത്തിലാണ് അന്നത്തെ വിദ്യാഭ്യാസത്തെ രൂപകൽപ്പന ചെയ്തത്. നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ ഒരു രൂപകൽപ്പന കൃത്യമായിട്ട് നടത്തിയിട്ടുള്ളത് കാണാം. കേരളത്തെ സംബന്ധിച്ചുള്ള VMS പറയുന്ന ജാതി ജന്മി നാടുവാഴി കാലം, ആ ജന്മി നാടുവാഴി കാലത്തിൽ പൗരോഹിത്യം എന്ന വാക്കുകൂടെ നമ്മളിപ്പോൾ ചേർക്കണം. കാരണം VMSന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാറാതെ നിൽക്കുന്ന ഒരുത്തൻ ഈ പൗരോഹിത്യമാണെന്നുള്ളത് കൊണ്ട്. അപ്പം ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്തെ വിദ്യാഭ്യാസ പദ്ധതി എന്തായിരുന്നു? അത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വേദ പാഠശാലകളാണ്. ഇവിടെ കാന്തളൂർ ശാലയായിരുന്നാലും പാർത്ഥിവപുരം ശാഖയായിരുന്നാലും പിന്നെ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളായിരുന്നാലും ജന്മിമാരുടെ ഇല്ലങ്ങൾ അവിടെ പഠിപ്പിച്ചിരുന്ന എന്തായിരുന്നു? മലയാളം പഠിപ്പിച്ചിട്ടുണ്ടാവാം, സംസ്കൃതം പഠിപ്പിച്ചിട്ടുണ്ടാവാം, വ്യാകരണം പഠിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, അടിസ്ഥാന സിദ്ധാന്തം എന്തായിരുന്നു? അത് ധർമ്മശാസ്ത്രങ്ങളായിരുന്നു. ആ ധർമ്മശാസ്ത്രത്തിലാണ് ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണത്തെയും ന്യായീകരിക്കുന്ന
ഈ സിദ്ധാന്തങ്ങൾ, മനുസ്മൃതിയിലെ കാര്യങ്ങളുള്ളത്. അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. അത് റെസിഡൻഷ്യൽ സ്കൂളാണ്, അമ്പലത്തിനകത്താണ് ഗുരുനാഥനും കുട്ടികളും താമസിക്കുന്നത്. അവർക്ക് ആവശ്യമായ ചെലവിന് ഭൂമിദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഭൂദാന പട്ടയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ലാൻഡ് ഗ്രാൻഡ് ചാർട്ടേഴ്സ്. അത് ഇവിടെയുണ്ട്, പാർത്ഥിവപുരത്തുമുണ്ട്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം അതാത് കാലത്തെ നാടുവാഴികൾ ക്ഷേത്രങ്ങൾക്ക് ഭൂമി ദാനമായി കൊടുക്കും, കരമൊഴിവായി. ആ ഭൂമിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം കൊണ്ടുവേണം ഈ അമ്പലത്തിൻ്റെ ചിലവ്, അമ്പലത്തിനകത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുനാഥന്മാരുടെ ചിലവ്, അവിടെ പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾക്കുള്ള ആഹാര ചിലവ്. അപ്പോൾ അന്നത്തെ വ്യവസ്ഥ, അന്നത്തെ ഉൽപ്പാദന വ്യവസ്ഥ, ജന്മിത്തം നാടുവാഴിത്തം എന്ന ഉൽപ്പാദന വ്യവസ്ഥ അന്നത്തെ ഒരു വിദ്യാഭ്യാസത്തിന് രൂപകൽപ്പന നൽകിയിരുന്നു. ആ രൂപകൽപ്പന അനുസരിച്ചാണ് ചാതുർവർണ്ണയത്തെയും ജാതി വ്യവസ്ഥയെയും ന്യായീകരിച്ചു കൊണ്ടുപോയത്. അന്ന് അബ്രാഹ്മണ അല്ലെങ്കിൽ അവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ചില ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് ആശാൻ പള്ളിക്കൂടങ്ങളുണ്ടായത്. അത് കേരളത്തിൽ ആശാൻ പള്ളിക്കൂടം വരുന്ന ബൗദ്ധ ജൈന സ്വാധീനത്തിൻ്റെ അതുകൊണ്ട് പള്ളി എന്നുള്ള വാക്ക് വന്ന അവിടെ നിന്നാണ്, പള്ളിക്കൂടം. പിന്നീടാണ് പള്ളി ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തത്. മുസ്ലിങ്ങളും പള്ളി ഏറ്റെടുത്തത് വിദ്യാഭ്യാസ സ്ഥാപനത്തെയാണ് പള്ളി എന്ന് പറഞ്ഞിരുന്നത്. ഈ നമ്മുടെ പല സ്ഥലത്തിൻ്റെയും പേര് കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി എന്നൊക്കെ വരുന്നത് ബൗദ്ധ പാരമ്പര്യം അല്ലെങ്കിൽ ബൗദ്ധ ജൈന സന്യാസിമാർ വന്ന് അവരിലൂടെയാണ് ഇതൊക്കെ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് വരുന്നത്. അവർ പഠിപ്പിച്ചിരുന്ന ആശാൻ പള്ളിക്കൂടങ്ങളുണ്ട്. ആ ആശാൻ പള്ളിക്കൂടങ്ങളിൽ നാട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യം പ്രധാനപ്പെട്ടത് ഈ ഭാഷ, അല്പം വ്യാകരണം പഠിപ്പിക്കും, ഗണിതം പഠിപ്പിക്കും, ജ്യോതിഷം പഠിപ്പിക്കും. ജ്യോതിഷമെന്ന് അന്ന് പറയുന്ന ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് നെൽകൃഷിയാണ്, 2 തരം കൃഷിയുണ്ട്. കോരിച്ചൊരിയുന്ന ഇടവപ്പാതിയിൽ നടുന്ന നെല്ല് ചിങ്ങമാസത്തിൽ കൊയ്യുന്നു. അത് കൊയ്ത്തുത്സവമായിട്ട്, ഓണമായിട്ട് നമ്മൾ പറയുന്നു. കൊയ്ത്ത് അവസാനിക്കുന്ന കന്നി, അതുകൊണ്ട് കവി അതിനെ കന്നിക്കൊയ്ത്തെന്ന് പേരിട്ടു. തുലാമാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് വീണ്ടും നെല്ല് നടുന്നു. അത് ധനു മകരമാസമാകുമ്പോൾ കൊയ്യുന്നു. കവി അതിന് മകരക്കൊയ്ത്തെന്ന് പേരിട്ടു. ഈ 2 കൊയ്ത്തും നടക്കുന്നത്, അല്ലെങ്കിൽ 2 കൃഷി നടക്കുന്ന കോരിച്ചൊരിയുന്ന മഴയത്താണ്. ഈ കാലാവസ്ഥ ഇത് പഠിക്കണം. ഈ കാലാവസ്ഥ പഠിച്ചെങ്കിൽ മാത്രമേ കൃഷി നടപ്പിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 15-ാം തീയതി കുംഭം അവസാനിച്ച് മീനരാശിയിലേക്ക് കയറി, ഏതോ ചില TV ചാനലിൽ പറയുന്നുണ്ട്, കുംഭരാശി തീർന്ന് മീനരാശിയിലേക്ക് കയറുന്നു, ചൂട് കൂടുന്ന കാലം. നമ്മൾ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കൃത്യം നമുക്കത് അറിയാത്തതുകൊണ്ട് ഈ സൂര്യന് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചലനം പോലും നമ്മൾ നേരെ നോക്കാറില്ല, പിന്നെ അല്ലേ ഭൂമി ചലിക്കുന്ന കാര്യം. ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതാണ് ജ്യോതിശാസ്ത്രം എന്ന് അവർ പറഞ്ഞ പേര് ജ്യോതിഷമെന്നാണ്. ഈ രാശികൾ എങ്ങനെയാണ് മാറുന്നതെന്ന് സംബന്ധിച്ചും കൃത്യമായിട്ട് കണക്ക് അവർ രേഖപ്പെടുത്തി അത് പഠിപ്പിക്കും. അത് പഠിപ്പിച്ചത് സമൂഹത്തിൽ കൃഷിക്ക് ആവശ്യമായിട്ട്. അത് ആശാൻ പള്ളിക്കൂടം. ആശാൻ പള്ളിക്കൂടത്തിൽ പ്രവേശനമില്ലാത്ത കൈത്തൊഴിലുകാരുണ്ട്. അവർക്കൊരു വിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസമേ ഉള്ളൂ. ആശാരി, മൂശാരി, കൊല്ലൻ, വെളുത്തിടം എന്നൊക്കെ പറയുന്നവർക്ക് തൊഴിൽ വിദ്യാഭ്യാസമാണ്. ഈ സമ്പ്രദായമാണ് നിലനിന്നത്. ഈ സമ്പ്രദായം എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസം ഒരു ബുദ്ധിജീവി വർഗത്തെ ഉൽപ്പാദിപ്പിച്ച് നിലവിലിരിക്കുന്ന ജാതി നാടുവാഴി വ്യവസ്ഥയെ സംരക്ഷിച്ചു അതിൻ്റെ വക്താക്കളായി നിർത്തുക. അതുകൊണ്ട് അന്നത്തെ ബുദ്ധിജീവിയെ നമ്മൾ പൗരോഹിത്യം എന്ന് വിളിക്കാം. പുരോഹിതന്മാർ മാത്രമല്ല, പുരോഹിതനെപ്പോലും മാറാൻ സമ്മതിക്കാതെ വെളിയിൽ നിൽക്കുന്നവരല്ലേ. അകത്തെ ഇപ്പോൾ മേൽശാന്തിക്കോ കീഴ്ശാന്തിക്കോ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും ദേവസ്വം ബോർഡ്, അമ്പലം കമ്മിറ്റിക്കാർ സമ്മതിക്കില്ലല്ലോ, ഇല്ലേ? ഇപ്പോൾ ശബരിമല മേൽശാന്തിക്ക് വരും ജയകുമാർ സാർ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ് മാറ്റാൻ നോക്കില്ല. ഇത്രയും വ്യക്തമായിട്ട് പറയുന്ന ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങേരെ. നമ്മൾ അങ്ങേരെ വാഴ്ത്തണം. പിന്നെ അങ്ങേരെ അവിടെ ഇരുത്തിയത് നോക്കാനല്ലേ, ഇത് മാറ്റാനാണോ? മാറ്റണമെങ്കിൽ സമൂഹം മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകരുത്. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആ ഹോട്ടലിലെ ഭക്ഷണം എനിക്കിഷ്ടമല്ല, ഞാൻ പോകില്ല. മറ്റവരെ എനിക്കിഷ്ടമല്ല, അവനെ കാണണ്ട, ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് വിചാരിച്ച് പോകാതിരിക്കണം. നമുക്ക് വഴി അനുഷംഗമായിട്ട് ഞാൻ പറയുകയാണ്, പണിക്കർ സാർ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് വഴി തെറ്റിയത് ക്ഷേത്രപ്രവേശനമാണ്. കേരളത്തിലെ നവോത്ഥാനം, കേരളീയ നവോത്ഥാനം വഴി മുട്ടി നിൽക്കുന്ന ശ്രീകോവിലിൻ്റെ മുന്നിലാണ്. അകത്ത് പ്രവേശനമില്ല. പ്രവേശിച്ചാലും അവിടെ നമ്മൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടോ, പള്ളിക്കൂടത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടോ, വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടോ, സമത്വത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ഉള്ള സമരം പോലെയാണോ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം? ബുദ്ധിജീവികളെ, നിങ്ങൾ ഏത് ചേരിയിൽ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പണിക്കർ സാർ നമ്മോട് ചോദിച്ചതാണ്. അതാണോ? അമ്പലത്തിന് മുമ്പിൽ നമ്മൾ പെട്ടുപോയില്ലേ? അവിടെ ചെന്ന് മാറ്റാൻ പറ്റുമോ? ഇപ്പോഴും ഷർട്ടിട്ടുകൊണ്ട് കയറാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലോ. ആചാരങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലല്ലോ. സ്ത്രീകൾ സമരം ചെയ്ത് നേടിയെടുത്തു. അത് വേറെ ചില സാഹചര്യം വന്നപ്പോൾ, ഒരു സാംസ്കാരിക പ്രശ്നം വന്നപ്പോൾ, നഗ്നത ഒരു സാംസ്കാരിക പ്രശ്നമായിട്ട് തോന്നിച്ചപ്പോൾ, അങ്ങനെ നഗ്നതയെ സാംസ്കാരിക പ്രശ്നമായിട്ട് തോന്നിക്കാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൻ ലണ്ടനിലുണ്ടാക്കിയ തുണി ഇവിടെ കൊണ്ട് വിറ്റ് തീർക്കേണ്ടി വന്നതുകൊണ്ടോ, അതായത് പവർലൂം വേഴ്സസ് ഹാൻഡ്ലൂം. ഇവിടെ ഇന്ത്യയിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വന്ന തുണി വാങ്ങി ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാനാണ്.
അങ്ങനെ കാശുണ്ടാക്കിയപ്പോഴാണ് അവരുടെ സമ്മതമില്ലാതെ തന്നെ സാങ്കേതികവിദ്യ വികസിച്ചു. അങ്ങനെ സാങ്കേതികവിദ്യ വികസിച്ചപ്പോൾ ഒരു 50 കൊല്ലക്കാലം കൊണ്ട് ഹാൻഡ്ലൂം പവർലൂമായി മാറി. 784 പവർലൂം വരുന്നത്. 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചു. ഉൽപ്പാദന ഉപകരണം വികസിച്ചാൽ ഉൽപ്പാദനം വർദ്ധിക്കും. ഉൽപ്പാദനം വർദ്ധിച്ചാൽ ആവശ്യത്തിനപ്പുറമാണെങ്കിൽ ഉൽപ്പാദന മിച്ചമുണ്ടാകും. ആ ഉൽപ്പാദന മിച്ചം വിതരണം ചെയ്യാനായിട്ട് മുതലാളി സർവ്വ പണിയും നോക്കും. അതുകൊണ്ടാണ് മാർക്സ് 848 മാനിഫെസ്റ്റോയിൽ പറയുന്നു, കാലുവെന്ത നായയെപ്പോലെ ബൂർഷ്വാസി ലോകമാസകലം തൻ്റെ ചരക്കുകളുമായിട്ട് ഓടി നടക്കും വിറ്റ് തീർക്കാൻ വേണ്ടി. ബൂർഷ്വാസി ലോകത്തെ ഒരു ചരക്കുകളുടെ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുന്നത് മാർക്സ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചരക്ക് ഇവിടെ കൊണ്ട് വിൽക്കണം. ഇവിടെ നേരത്തെ തുണി വാങ്ങാൻ വന്നു, ഇപ്പോൾ തുണി വിൽക്കാൻ വന്നു. തുണി വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിരുചിയിൽ മാറ്റം വരുത്തണം, സാംസ്കാരിക ബോധത്തിൽ മാറ്റം വരുത്തണം. ആ ബോധം എങ്ങനെയാണ്? ഒറ്റ മുണ്ടെടുത്ത് നടക്കുന്നവരായിരുന്നു മലയാളികൾ. മറ്റു രാജ്യത്തെ പോട്ടെ, കേരളീയർ ഒറ്റ മുണ്ടെടുത്ത് നടന്നു. ആണായാലും പെണ്ണായാലും ഒറ്റമുണ്ട്. വീട്ടിനകത്ത് നമ്പൂരി സ്ത്രീ അങ്ങനെ ആയിരിക്കും, വെളിയിറങ്ങുമ്പോൾ ഘോഷയും മറക്കുടയും. നായർ സ്ത്രീ ആണെങ്കിലോ ഒരു മുലക്കച്ച കെട്ടിക്കൊണ്ട് പോകാം, പക്ഷേ അമ്പലത്തിനകത്ത് കയറുമ്പോൾ അത് മാറ്റണം. ഇതായിരുന്നു രീതി. ആ രീതിക്ക് മാറ്റം വന്നത് എങ്ങനെയാണ്? LMSകാർ, പള്ളിക്കാർ, അല്ലെങ്കിൽ മറ്റേ ക്രൈസ്തവ മിഷണറിമാർ രാസത്വരകമായി കാറ്റലിറ്റിക് ഏജൻ്റായിട്ട് മാറിയിട്ടുണ്ട്. സ്വയം മാറ്റത്തിന് വിധേയമാവാതെ മറ്റൊരു മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് കാറ്റലിറ്റിക് ഏജൻറ്റ്. ഇവിടെ പള്ളിക്കാർ വന്നത് അവർ നല്ല ഉദ്ദേശമാണ്, ശുചിത്വം വേണം, തുണി അലക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യം. പക്ഷേ ഇത് ആരുടെ താല്പര്യമായിരുന്നു? അത് ബൂർഷ്വാസിയുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ താല്പര്യമാണ്. അതാണ് തെക്കൻ കേരളത്തിലെ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി നടന്ന സമരം. അവിടെ സാമ്പത്തികമായ ഒരു ഘടകം പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചപ്പോൾ ഈ വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി ഇവിടെ പോരാടിയവർക്ക് കൊടുത്ത ബുദ്ധിജീവി ആരാ? അത് LMS മിഷണറിമാരാണ്. കേരളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, മിഷണറിമാരാണ് ആ റോള് വഹിച്ചത്. അപ്പോൾ ഒരു ബുദ്ധിജീവി ഉണ്ടായിരുന്നു. അപ്പോൾ പാരമ്പര്യത്തെ നിലനിർത്താനും ബുദ്ധിജീവി, പിന്നെ പാരമ്പര്യത്തെ മാറ്റി പുതിയതുണ്ടാക്കാനും ബുദ്ധിജീവി എന്ന സങ്കല്പം വരുന്നു. ആ ബുദ്ധിജീവിയാണ് സമൂഹത്തിൽ സിദ്ധാന്തങ്ങളുടെ വക്താക്കളായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അടിത്തറ മേൽപ്പുര എന്ന സങ്കല്പനത്തിൽ അടിത്തറയിൽ മാറ്റം വന്നാലും മേൽപ്പുര മാറുകയില്ല. മാറാതിരിക്കുന്നതിന് കാരണം ബുദ്ധിജീവിയാണ്. ആ മേൽപ്പുര മാറണമെന്നുണ്ടെങ്കിൽ ബുദ്ധിജീവി ബോധപൂർവമായ ഇടപെടൽ നടത്തണം. അതാണ് പണിക്കർ സാറ് പറഞ്ഞ സംസ്കാരത്തിൽ ഇടപെടുകയാണ് വേണ്ടത്, സാംസ്കാരികമായ ഇടപെടലില്ല. അമ്പല കമ്മിറ്റിയിൽ അംഗമായതുകൊണ്ട് ഉത്സവത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. മുതുകത്തെ കട്ടിമാംസത്തിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ പറവക്കാവടി നടത്തിക്കലല്ല. അല്ലെങ്കിൽ 4 അടിയോളം ശൂലം നീളം വരുന്ന ശൂലത്തെ കവിളിൽ കൂടി കയറ്റിവിട്ട് അതിന് പോലീസ് സംഘടനയോട് കൊണ്ടുപോകുന്നത് സാംസ്കാരികമായ ഇടപെടലെന്ന് നമുക്ക് പറഞ്ഞേക്കാമെങ്കിൽ അത് കാവൽ നിൽപ്പലാണ്. അത് സംസ്കാരത്തിൽ ഇടപെടണം. ഇത് ഹീനമാണ് എന്ന് നമ്മൾ പറയണം. എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് നരബലി ഇല്ലാതായത്, ജന്തുബലി ഇല്ലാതായത്? ഇപ്പോഴും പ്രതീകാത്മകമായിട്ട് ജന്തുബലി കരിക്കൽ ക്ഷേത്രത്തിലും സോമൻ്റെ അടുത്തുള്ള തുഴുവൻകോടി ക്ഷേത്രം നടക്കുന്നുണ്ട്. അങ്ങനെ നാടൻ കോഴി അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ മന്ത്രം ജപിച്ച് കൂട്ടിനകത്തിടും, പാളയത്തെ കച്ചവടക്കാരത് ലേലം ചെയ്ത് വാങ്ങിക്കൊണ്ടുപോകും. ഏതെങ്കിലും ആൾ മരിക്കുന്ന ദിവസം കരിനാളാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി കറുത്ത കോഴി, കരിമ്പട കോഴിയെ കൊണ്ടുവന്ന് തൈക്കാട്ട് ശ്മശാനത്തിൽ വിരലിൻ്റെ അറ്റം മുറിച്ച് ചോര വീഴ്ത്തണം ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് കൂട്ടാനാണ്, പക്ഷേ അതൊരു ആചാരമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അത് കാണാനില്ല, കാരണം ഇലക്ട്രിക് ക്രിമറ്റോറിയം വന്നപ്പോൾ കോഴി അങ്ങോട്ട് കയറ്റില്ല. പക്ഷേ ഇപ്പോഴും ഈ പറവക്കാവടി നിൽക്കുന്നു. അടൂര് ഒരു ക്ഷേത്രത്തിൽ ഈ പറവക്കാവടി നടത്തിയപ്പോൾ അയാളുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞിന് ദീർഘായുസ് കിട്ടാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടെ വെച്ചു കൊടുത്തു കുഞ്ഞിനെ. അയാളുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് വഴുതി താഴെ വീണു. ഏതോ ഒരു ഫുട്ബോൾ ഗോളി അവിടെ ഉണ്ട്, അവൻ ചാടി പിടിച്ചു, കുഞ്ഞിനെ രക്ഷിച്ചു. അത് കണ്ട ബാലാവകാശ കമ്മീഷൻ ചോദിച്ചത് എന്തുകൊണ്ട് കുഞ്ഞിന് സുരക്ഷാ ബെൽറ്റ് ഇട്ടില്ല എന്നാണ്. ബാലാവകാശ നീതിബോധം, ഉന്നതമായ ഉദാത്തമായ നീതിബോധം ഉണ്ടാകുമെന്ന് സാമാന്യ ജനങ്ങൾ വിശ്വസിക്കുന്ന ആ ഉന്നത ഉദ്യോഗസ്ഥൻ ചോദിച്ചത് എന്തുകൊണ്ട് കുഞ്ഞിൻ്റെ സുരക്ഷാ ബെൽറ്റ് കൊടുത്തില്ല. ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിൽ ഇടപെടുന്നവനാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കണമായിരുന്നു? എന്തുകൊണ്ട് അവനെ പച്ച മടൽ വെട്ടി അടിച്ചില്ല എന്നായിരിക്കണം കണ്ടുനിന്നവർ. അതാണ് സംസ്കാരത്തിലെ ഇടപെടൽ. ഇത് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് വേണ്ട എന്ന് പറയുന്നിടത്താണ് സംസ്കാരത്തിലെ ഇടപെടൽ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരു വ്യവസ്ഥയുടെ വക്താക്കളായി നിൽക്കുന്ന പാരമ്പര്യ ബുദ്ധിജീവികളെ, അവരുൽപ്പാദിപ്പിക്കുന്ന മൂല്യങ്ങളെ, അവർ സംരക്ഷിച്ചു നിർത്തുന്ന മൂല്യങ്ങളെ മാറ്റിയെടുക്കാൻ ആര് വരണം? മറ്റൊരു ബുദ്ധിജീവി വരണം. അപ്പോൾ ബുദ്ധിജീവിയുടെ വർഗസമരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ചരിത്രത്തിലുടനീളം കാണാം, ആ പോരാട്ടം കാണാം. അങ്ങനെയാണ് ആശയങ്ങൾ മാറിയത്. പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ നവോത്ഥാനം എന്ന് പറയുന്ന പ്രാചീനതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, സ്വർഗത്തെ കളിയാക്കിക്കൊണ്ടാണ്. ഡാന്റെയുടെ കഥയറിയാമല്ലോ, ഡിവൈൻ കോമഡിയിൽ പറയുന്നത് എന്താ? സ്വർഗത്തിലേക്ക് പോയ അദ്ദേഹത്തിന് ഈ സ്വർഗനരകത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഇറ്റാലിയൻ കവിയായ ഒരു ലിവിയോ, അങ്ങനെ ഒരുത്തനാണ്. അപ്പോൾ ഡാന്റെയുടെ കാമുകി ബിയാട്രിസ് മരിക്കുന്നു.
ബിയാറ്റിസ് മരിച്ചാൽ മനുഷ്യജീവിയായതുകൊണ്ട് നരകത്തിലേ പോകൂ. അതുകൊണ്ട് സ്വർഗ്ഗനരകങ്ങൾക്ക് താല്പര്യം അറിയാവുന്ന പരിജ്ഞാന ഒരു ടൂറിസ്റ്റ് ഗൈഡായ ഈ കവിയും കൊണ്ട്, അയാൾ പേര് ഞാൻ മറന്നുപോയി, കവിയുടെ പ്രാചീന റോമിലെ പ്രശസ്തനായൊരു കവിയാണ്. അല്ലല്ല, അതൊക്കെ സെർവൻസൊക്കെ നവോത്ഥാന കാലത്തെ സ്പാനിഷ് കവിയാണ്, മറ്റേ ഡോൺ കിക്സോട്ട് എഴുതിയ ആൾ. എന്തായാലും ഞാൻ പിന്നെ ഓർക്കുമ്പം പറയാം. അപ്പോൾ നരകത്തിലേക്ക്, പെണ്ണിനെ അന്വേഷിച്ച് നരകത്തിലേക്കാണ് പോയത്. നരകത്തിലില്ല. എന്നുമാത്രമല്ല, നരകത്തിൽ മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന പഴയ ആർച്ച് ബിഷപ്പും പോപ്പുമൊക്കെയാണ് ഇയാളവിടെ കാണുന്നു. അപ്പോൾ പിന്നെ സ്വർഗം നരകം, ഒരു പർഗേറ്ററി എന്ന് പറഞ്ഞൊരു ത്രിശങ്കുണ്ട്, ത്രിശങ്കു സ്വർഗം. അപ്പോൾ അവിടെ കാണുമെന്ന് വെച്ചാൽ അവിടെ പോയി, അവിടെയുമില്ല. അവസാനം എന്നാൽ സ്വർഗത്തിൽ കൂടി വന്നതല്ലേ, നമ്മൾ അതുപോലെ നിന്ന് പോയിട്ടില്ല. ചിലപ്പോൾ അവിടെ എങ്ങാനും വഴുതിട്ട് കിടപ്പണമെന്ന് പോയപ്പോൾ എവളെ റാണിയെ പോലെ അവിടെ വാഴ്ത്തി ചിരിത്തിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയെ ഈ കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ച ദൈവദത്തമാണ്, ഈശ്വരനാണ് ഇതെല്ലാം സൃഷ്ടിച്ചതെന്ന് പറയുന്നിടത്തൊരു മനുഷ്യജീവിയൊക്കെ, അതാണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞത്, മാനവികത എന്ന സങ്കല്പം വരുന്നത്. അത്തരത്തിൽ നിലവിലിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങളെയും അതിൻ്റെ കൂണുന്ന പൗരോഹിത്യമായ കത്തോലിക്ക സഭയെയും കഠിനമായി വിമർശിക്കുന്നതായിരുന്നു ആധുനിക നവോത്ഥാനം പാശ്ചാത്യ യൂറോപ്പിൽ. അതിന് സമാനമായ ഒരു സാധനം ഇവിടെ ഉണ്ടായോ? അതാണ് പണിക്കർ സാർ അന്വേഷിക്കുന്നത്. നമ്മൾ പക്ഷേ കേരളത്തിൻ്റെ നവോത്ഥാനത്തെക്കുറിച്ച് വഴിതെറ്റി വ്യക്തികളുടെ പിന്നാലെ പോയി. കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചവരല്ല വ്യക്തികളുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലല്ല, മിൽട്ടൺ 16-ാം നൂറ്റാണ്ടിൽ 17-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് കവി, ബ്ലൈൻഡ് ബാർ, അന്ധകവിയായിരുന്നു. പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ആൾ. പിന്നെ വേറൊരു ദിവസം പാരഡൈസ് റീഗെയിൻഡ് എഴുതി. ഞാൻ ഓർക്കുമ്പോൾ പറയാം, എനിക്ക് ആ പെട്ടെന്ന് പേര് മറന്നുപോയി. ലിവി അങ്ങനെ എന്തുകൊണ്ട് അയാളുടെ പേര്. ലിവി എന്നൊരു ചരിത്രകാരനുമാണ്, അയാൾ കവിയുമാണ്. അപ്പോൾ ഈ അങ്ങനെ മാറുമ്പോൾ, അല്ലെങ്കിൽ പാശ്ചാത്യ അല്ലെങ്കിൽ നിലവിലിരുന്ന ഫ്യൂഡൽ ഉൽപ്പാദന വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങളെ അതികഠിനമായി നവോത്ഥാന കവികൾ വിമർശിച്ചു. അതിന് സമാനമായ തരത്തിൽ കേരളത്തിലെ നവോത്ഥാനക്കാർ ആദ്യഘട്ടത്തിൽ ഇടപെട്ടുവെങ്കിലും പിന്നീട് അത് വഴിതട്ടി കോവിലിൻ്റെ മുമ്പിൽ പോയി നിന്നു. അവിടെ നമുക്ക് കോവിലിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയില്ല. നമ്മളിപ്പോഴും നവോത്ഥാന നായകന്മാരെന്ന് പറയുന്നത് ജാതി സംഘടനകൾ ഉണ്ടാക്കി അതിലേക്ക് വേണ്ടി പോരാടിയ വ്യക്തികളെക്കുറിച്ചാണ്. അപ്പോൾ ആ പശ്ചാത്തലം നോക്കുമ്പോൾ കേരളത്തിലെ നവോത്ഥാനത്തെ പുനർനിർവചിക്കേണ്ടതായി വരും, നിർമ്മിക്കേണ്ടതായിട്ട് വരും. അവിടെ ബുദ്ധിജീവികളെ നിങ്ങൾ ഏരിചേരിയിൽ, നിങ്ങൾ കോവിലിൻ്റെ മുമ്പിൽ പൂജാരിമാരുടെ പ്രശ്നം കണ്ടുകൊണ്ട് പൂജാരി ഓശാനിച്ച് നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുകയാണോ, അതോ നിങ്ങൾ അമ്പലത്തിലേക്ക് പോകേണ്ട ഈശ്വര വിശ്വാസിയായിട്ട് നിങ്ങൾക്ക് എവിടെയും ഇരിക്കാം. തൂണിലും തുരുമ്പിലും നാലിലും ഞരമ്പിലുമെല്ലാം ദേവനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് ദേവാരാധന നടത്താം. ദേവാലയ ബാഹ്യമായ ഈശ്വരാരാധന എന്നൊരു സങ്കല്പനം മുന്നോട്ട് വെച്ച് പോകുന്നതിന് പകരം അടുപ്പ് കത്തുകൊണ്ട് എത്തി നോയിക്കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു ദുരന്തമായ കാലഘട്ടത്തിലാണ് നമ്മൾ. ബുദ്ധിജീവികളെ നിങ്ങൾ എങ്ങോട്ട് എന്ന് പണിക്കർ സാർ ചോദിച്ചാൽ നമ്മൾ സ്വയം ചോദിക്കുകയും കൂടെയുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കുകയും വേണം. കാരണം ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷേ പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ ചിന്തിക്കില്ല. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നവരാണ്. അഗാധമായി എന്ത് ചെയ്യാനും അഗാധമായി ചിന്തിച്ച് മൂർച്ച കൂട്ടി ഉല്ലസിക്കുന്ന ഗുരുക്കനാണ് ആ വെള്ളിത്തലമുടി ഉള്ള കൂട്ടരെന്ന് ചങ്ങമ്പുഴ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രവർത്തിക്കില്ല. പക്ഷേ പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കുകയില്ല. ഈ രണ്ടും തമ്മിലുള്ളൊരു വൈരുദ്ധ്യം ഇവിടെ നടക്കുന്നുണ്ട്. അതിപ്പോൾ ചിന്തിക്കുന്നവർ തന്നെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ ചിന്തിക്കുകയും ചെയ്യുന്ന, വെള്ളം കുടിപ്പിക്കാൻ നോക്കണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ 3 മണിക്കൂറാണ് സാറേ. അതുവേണ്ട, ഞാൻ ഉപദ്രവിക്കല്ലേ പത്രത്താണ്. എൻ്റെ പ്രസംഗം കേട്ട് സാറ് വെള്ളം കുടിച്ചു പോയി. അപ്പോൾ ഇത് രണ്ടും കൂടെ വേണം, ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അത് തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കൾ, തൊഴിലാളി വർഗമായിരുന്നാലും കർഷക വർഗമായിരുന്നാലും IT വർഗമായിരുന്നാലും ചിന്തിക്കണം. ചിന്തിക്കുന്നെങ്കിൽ അവർ പ്രവർത്തിക്കുകയും വേണം. പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഉൽപ്പാദനക്ഷമമായ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ ചിന്താപരമായ പ്രവർത്തനമില്ല. അതുകൊണ്ട് ചിന്തിക്കുന്നവരുടെ ചരിത്രവും ചിന്തയുടെ ചരിത്രവും എഴുതണമെന്നാണ് പണിക്കർ സാർ പറഞ്ഞത്. ചിന്തകളുടെ ചരിത്രവും ചിന്തിക്കുന്നവരുടെ ചരിത്രവും, അപ്പോഴാണ് ചരിത്രം മാറി വരുന്നത്. മഹാരാജാക്കന്മാരുടെ പടയോട്ടത്തിൻ്റെയും അവരുടെ പട്ടുവസ്ത്രത്തിൻ്റെ പളവളപ്പിൻ്റെയും ചരിത്രമല്ല എഴുതേണ്ടതെന്ന് കൊസാമ്പി പറഞ്ഞു. അധ്വാനിക്കുന്നവൻ്റെ വയർപ്പിൻ്റെ ഉപ്പ് രസമാണ് ചരിത്രകാരൻ പരിശോധിക്കേണ്ടത്, കൊസാമ്പി പറഞ്ഞതാണ് 56-ൽ. ചരിത്രമെന്ന് പറയുന്നത് ഉൽപ്പാദന വിതരണോപാധികളുടെ നൂതനമായ മാറ്റവും ആ മാറ്റത്തിനനുസരിച്ച് ഉൽപ്പാദന ബന്ധങ്ങൾ വരുന്ന മാറ്റത്തെയും കാലഘടനാപരമായി അവതരിപ്പിക്കുന്നതാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദ പ്രസൻറ്റേഷൻ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ സക്സസീവ് ചേഞ്ചസ് ഇൻ ദ മീൻസ് ആൻഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് കൊസാമ്പി പറഞ്ഞത്. അതേ മാതൃകയിൽ എവരും പറയുകയാണ്, ഉൽപ്പാദന വ്യവസ്ഥയിൽ മാറ്റം വരുന്നതനുസരിച്ച് ഉപരിഘടനയിലും മാറ്റം വരണമെങ്കിൽ നിരന്തരമായ ഇടപെടൽ അവിടെയും ആവശ്യമാണ്. അത് അദ്ദേഹം പറയുന്നു.
ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് സാറിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിലൊന്ന്, സാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, കൊളോണിയലിസം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അതൊരാക്രമണമായിരുന്നു. ആ ആക്രമണം നമ്മുടെ നാട്ടുരാജാക്കന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാണ് നമ്മൾ കണ്ടത്. പ്ലാസി യുദ്ധത്തിൽ മറ്റും ഹൈദരാബാദിനെ തോറ്റി തിരുവിതാംകൂറിനെ മെരുക്കിയിട്ടു, പിന്നെ ഒരുപാട് പേരെ ആക്രമിച്ചു. അപ്പോൾ അത് കൊളോണിയൽ അറ്റാക്കാണ്, ഓൺസ്ലോട്ട്. സാറ് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന വാക്ക് കൊളോണിയൽ ഓൺസ്ലോട്ട്. അപ്പോൾ തദ്ദേശീയർ എന്ത് ചെയ്തു? നേറ്റീവ് റെസിസ്റ്റൻസ്, തദ്ദേശീയമായ റെസിസ്റ്റൻസ്, സാംസ്കാരികമായ റെസിസ്റ്റൻസ് ആണ്, സാംസ്കാരികമായ പ്രതിരോധമാണ്. ഒരു കാര്യം അദ്ദേഹം പറയുന്നത് നോവലിനെ സംബന്ധിച്ചാണ്. നമുക്ക് അദ്ദേഹം ഇന്ത്യൻ നോവലുകളുടെ പ്രാദേശിക ഭാഷയിലുണ്ടായ നോവലുകളെ കുറിച്ച് ആദ്യം ഉണ്ടായത് മറാത്തി ഭാഷയിലാണ്, പിന്നെ ബംഗാളിയിൽ വരുന്നു. ബംഗാളിൽ വരുന്ന നോവലാണ് ആനന്ദമഠം, 1881 എഴുതിയ ആനന്ദമഠം. അതിൽ വന്ദേമാതരത്തിൻ്റെ കാര്യം കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ബംഗാളി സാഹിത്യകാരൻ എഴുതിയ മറ്റൊരു പുസ്തകമുണ്ട്, ആരോഗ്യ നികേതനം. അത് താരാശങ്കർ ബാനർജിയാണോ ബന്ദ്യോപാധ്യായാണോ? ബന്ദ്യോപാധ്യായ എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ രണ്ടൊന്നും തന്നെയാണ്. ശരി, ബന്ദ്യോപാധ്യായ അങ്ങനെ മഹാഗുരുവായതുകൊണ്ട് ബന്ദ്യോപാധ്യായ, പ്രൊഫസർ എന്ന് പറയും പോലെ, ബാനർജി എന്നുള്ള ജാതിപ്പേര്. അപ്പോൾ അതിലൊരു ജീവൻ മശായി എന്നൊരു കഥാപാത്രമുണ്ട്, പാരമ്പര്യ വൈദ്യനാണ്. ഈ നാഡീസ്പന്ദനം നോക്കിയിട്ട് ആരോഗ്യത്തിൻ്റെ പ്രശ്നം പറയും, അത് കൃത്യമായിട്ട് നിർവചിക്കും, രോഗിക്ക് ശാന്തി കിട്ടുകയും ചെയ്യും. ആയുർവേദ മരുന്നാണ് ഇത്. അദ്ദേഹം വളരെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് മെഡിസിൻ വരുന്നു. ഇംഗ്ലീഷ് മെഡിസിൻ വരുന്നപ്പോൾ അപ്പോത്തിക്കിരി വന്നു, അത് സ്റ്റെതസ്കോപ്പ് വന്നു, ഇഞ്ചക്ഷൻ വന്നു, അങ്ങനെ പലതും വന്നപ്പോൾ ഈ ആളുടെ അടുത്തേക്ക് ആരും പോയില്ല, ജീവൻ മശായിയുടെ അടുത്തേക്ക് ആരും പോയില്ല. അങ്ങനെ ആ ഒരു പ്രാചീനമായ അല്ലെങ്കിൽ പരമ്പരാഗതമായ നമ്മുടെ ഒരു വിജ്ഞാനം തകർന്നു പോയി. ആ വിജ്ഞാനത്തെ നവീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ജീവൻ മശായിമാർക്ക് കഴിഞ്ഞില്ല. അതേ സാഹചര്യത്തിൽ അദ്ദേഹം കോട്ടക്കൽ ആര്യവൈദ്യശാല, ഇതേ ലേഖനം തന്നെയാണ് പറയുന്നത്, കോട്ടക്കൽ ആര്യവൈദ്യശാലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. നമ്മുടെ PS വാര്യർ സ്ഥാപിച്ച സ്ഥാപനം, അത് അദ്ദേഹം ആധുനികവൽക്കരിച്ചു. അദ്ദേഹം തന്നെ MBBS പഠിക്കാൻ പോയി. എങ്ങനെയാണ് സ്റ്റെതസ്കോപ്പ് വെച്ച് ഹൃദയസ്പന്ദനം മനസ്സിലാക്കുമെന്ന് പഠിച്ചു. എന്താണ് ഇഞ്ചക്ഷൻ കൊടുത്താലുള്ള ഗുണമെന്ന് മനസ്സിലാക്കി. ഇഞ്ചക്ഷന് പകരമായിട്ട് ഗുളിക കൊടുത്താൽ മതിയോ, കഷായം കൊടുത്താൽ മതിയോ, ആസവം കൊടുത്താൽ മതിയോ, അദ്ദേഹം താരതമ്യം ചെയ്യാണ്. ഈ താരതമ്യം ചെയ്തിട്ട് കോട്ടക്കൽ ആര്യവൈദ്യശാല നവീകരിച്ചു എന്നാണ്. നവീകരിക്കുക എന്ന് മാത്രമല്ല, ആദ്യത്തെ ശാസ്ത്ര മാസിക മലയാളത്തിൽ ഇറക്കി. എൻ്റെ പേരെന്താ ഇപ്പോഴും ഇറക്കും, ധന്വന്തിരി. കോട്ടക്കൽ ആര്യവൈദ്യശാല ഇപ്പോഴും ഇറക്കുന്നൊരു മാസികയുണ്ട്, ധന്വന്തിരി എന്നാണ് എൻ്റെ പേര്. ധന്വന്തിരി ശാസ്ത്രമാസികയാണ്, മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രമാസികയാണ് ധന്വന്തിരി. അതിലൊരു ലേഖനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ചെറിയ ആണിയുടെ അംശം അകത്തേക്ക് പോയി. അപ്പോൾ ഒരു അയസ്കാന്തം കൊണ്ടുവന്ന് അത് വെളിയിലെടുപ്പിച്ചു. അയസ്കാന്തം എന്ന് പറഞ്ഞാൽ കാന്തം വെച്ച് ഇതിനെ ആകർഷിച്ച് വെളിയെടുത്ത് ആയുർവേദം ചെയ്തതാണ്. അയസ്കാന്തം കൊണ്ട് വെളിയിലെടുത്തുന്ന ധന്വന്തിരിയിൽ വന്നൊരു ലേഖം പഴയയിലൊക്കെ എനിക്ക് കാണാനിടയായി. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് ഓർക്കുന്നു അത്. അപ്പോൾ അതിനെ നവീകരിച്ചു. അവിടെ പാശ്ചാത്യമായ ആക്രമണത്തെ വെറുതെ നിഷേധിക്കുകയല്ല, ഇത് മോശമാണ്, നമ്മുടെ സംസ്കാരത്തെ തകർക്കാനുള്ളതാണ് എന്നുള്ള ദുശാഠ്യം വയ്ക്കുകയല്ല വാര്യർ ചെയ്തത്. പിന്നെയോ അതിലെ നല്ല കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന പാരമ്പര്യ വിജ്ഞാനത്തെ നവീകരിക്കുകയാണ്, കാലോചിതമായി നവീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നവീകരിച്ചതുകൊണ്ട് ഇപ്പോഴും ആയുർവൈദ്യശാല ആയുർവേദ പാരമ്പര്യം നമുക്ക് തുടരാൻ സാധിക്കുന്നു. ജീവൻ മശായിമാർ മരിച്ചു പോകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏത് സമൂഹത്തിലെയും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യശാസ്ത്രം. മനുഷ്യരുടെ ജീവിതം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, ജീവൻ നിലനിർത്തണമെങ്കിൽ, രോഗബാധ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പഠനം ആവശ്യമാണ്. ഈ ശാസ്ത്രം കൂടിയേ തീരൂ. ഓരോ രാജ്യത്തും ഓരോ തരത്തിലായിരിക്കും അത് വരുന്നത്. അത് ഇവിടെ നിൽക്കുന്ന പരമ്പരാഗതമായൊരു വിജ്ഞാനം. ഈ പരമ്പരാഗതമായ വിജ്ഞാനം ആയുർവേദം എന്ന് പറയുന്നത് തനി ബ്രാഹ്മണ പ്രോക്തമല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. നമ്മുടെ വിചാരം ഋഗ്വേദത്തിലോ അഥർവവേദത്തിലോ ഉള്ള സാധനമാണ് നമ്മളിവിടെ കൊണ്ടുവന്നതെന്നാണ്. അല്ല, ഇതിന് പ്രചാരം കൊടുക്കുന്നത് ജൈന ബൗദ്ധ കാലഘട്ടത്തിലാണ്. ആയുർവേദം എന്ന് പറയുന്ന അഥർവവേദത്തിൽ പറയുന്ന കാര്യങ്ങളെ നവീകരിച്ച് ജനോപകാരപ്രദമായിട്ട് കൊണ്ടുവരികയും അഷ്ടാംഗമാർഗം എന്ന് പറയുന്ന ദർശനത്തിലൂടെ ജനങ്ങളുടെ ചിട്ടയായ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത ബുദ്ധനാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തെയും ഭൗതിക ജീവിതത്തെയും പരസ്പരം ബന്ധിപ്പിച്ചയാൾ. ആ ബന്ധിപ്പിക്കലിൻ്റെ ഫലമായിട്ടാണ് ഈ ആയുർവേദമെന്ന് ബ്രാഹ്മണത് മാത്രമാണെന്ന് പറയുന്ന സിദ്ധാന്തം ജനങ്ങളിലെ അബ്രാഹ്മണ ജനവിഭാഗങ്ങളിലേക്ക് എത്തിയത്. എങ്ങനെയാണ് കേരളത്തിൽ ഈഴവ സമൂഹത്തിൽ ഒരുപാട് വൈദ്യന്മാരുണ്ടായത്? അവർ പാരമ്പര്യമായിട്ടത് വൈദ്യം പഠിപ്പിച്ചിരുന്നു. നാരായണ ഗുരുവും അത് പഠിച്ച ആളാണ്.
അത് പഠിച്ച ആളായതുകൊണ്ടാണ് ഗുരുവിൻ്റെ സിദ്ധാന്തം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. അത് ശ്രീനാരായണീയർക്ക് അറിഞ്ഞൂടെ, നമ്മളിൽ പലർക്കും അറിഞ്ഞൂടെ. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. 928 അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ഏതാനും മാസം മുമ്പാണ് കോട്ടയത്ത് വെച്ച് ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാര്യം ആലോചിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ കാര്യം അദ്ദേഹം കോട്ടയത്ത് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ SNDP യോഗത്തിൻ്റെ ആൾക്കാരെ കിട്ടൺ റൈറ്റർ എല്ലാം കൂടി ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം പറയുക, അവനാണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. സ്വാമി, നമുക്കൊരു തീർത്ഥാടനമായാലോ? തീർത്ഥാടനമോ? നല്ല കാര്യമാണല്ലോ. എങ്ങോട്ടാ? അത് ശിവഗിരിയിലേക്ക് തന്നെ പോകും. അപ്പോൾ ശിവഗിരിക്ക് ഒരു അന്താരാഷ്ട്ര പ്രശസ്തി ആവുകയും ചെയ്യുമല്ലോ എന്ന് വേണം. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഇംഗ്ലീഷുകാരുടെ വർഷത്തിൻ്റെ ആരംഭം തന്നെ ആവട്ടെ, അതാണ് ജനുവരി 1. ഇംഗ്ലീഷ് വർഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു പുതുവർഷമുണ്ട്, അതിൻ്റെ 1 തന്നെ ആവട്ടെ എന്ന്. ശരി, എങ്ങനെയാണ് പോവേണ്ടത്? വല്ല വ്രതമോ വല്ലതും ഒക്കെ വേണോ? അപ്പോൾ അതിനെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, പഞ്ചശുദ്ധി വേണം. ആ പഞ്ചശുദ്ധിയോടുകൂടി വേണം പോകാൻ. എന്താ പഞ്ചശുദ്ധി? അത് ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, വാക്ശുദ്ധി. അതില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ അടി വാങ്ങിക്കുന്നത്. ഗുരു പറഞ്ഞത് നമ്മൾ കേട്ടില്ല, ഗുരു പറഞ്ഞത് നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് ഈ അടി മുഴുവൻ വാങ്ങുന്നത്. അപ്പോൾ ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, എന്താ പറഞ്ഞ ചിന്താശുദ്ധിയും കർമ്മശുദ്ധിയും, അല്ലെങ്കിൽ വാക്ശുദ്ധിയും. കർമ്മശുദ്ധിയും വാക്ശുദ്ധിയും, ഇത് 5 എണ്ണം പാലിക്കണം. ഇനി ഈ തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് എന്തെങ്കിലും യൂണിഫോം വേണോ? വേഷം വല്ലതും വേണോ? അപ്പോൾ ഗുരു ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, വെള്ള അത് ഗൃഹസ്ഥന്മാരുടേതാണ്, കാഷായം അത് സന്യാസിമാരുടേതാണ്, കരിമ്പടവും കറുപ്പും അത് ശബരിമലക്കാർക്കുള്ളതാണ്. നമുക്ക് മഞ്ഞയാകട്ടെ. ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും വേഷം അതായിരുന്നല്ലോ. നോക്കൂ, എത്ര പ്രാചീനമായ, എത്ര നൂറ്റാണ്ട് പുറകിലേക്കും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടെന്ന് നോക്കണം. ശ്രീകൃഷ്ണൻ്റെയും ശ്രീബുദ്ധൻ്റെയും പീതാംബരനാണല്ലോ, ആയിരുന്നല്ലോ. ആർഭാടം പാടില്ല. നമ്മൾ ഉടുക്കുന്ന മുണ്ട് മഞ്ഞൾ മുക്കി ഉണക്കിയെടുത്താൽ മതി. ആവശ്യം കഴിഞ്ഞ് അലക്കിയാൽ പഴയ വെണ്മ തിരിച്ചു കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പോൾ ശരി, സന്തോഷമായി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിൽക്ക്, എന്തിനാ പോണേ? എങ്ങനെ പോകണം? അതായി, എന്തിനാ പോണേ? അപ്പോൾ നമ്മൾ ഈ പൂജാരി നമ്മുടെ വിശ്വാസികൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോണേ? നിങ്ങൾ പൊങ്കാലയിടാൻ പോകണം. നമ്മൾ ചോദിക്കേണ്ട, ബുദ്ധിജീവി ചോദിക്കേണ്ട ചോദ്യം, നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? അത് എനിക്കും എൻ്റെ കുടുംബത്തിനും നന്മ കിട്ടാൻ വേണ്ടി, പരീക്ഷ പാസ്സാവാൻ വേണ്ടി, മറ്റെന്താ കയറ്റാൻ വേണ്ടി. ഇനി പുരാധിപത്യ യോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ ജ്യോത്സ്യരെ എടുത്ത് പോകണം. പുരാധിപത്യം ഇപ്പോൾ MLA ഇലക്ഷൻ നടക്കാൻ പോകില്ലേ? അപ്പോൾ ജയിക്കണം. അതിനാണ് പറഞ്ഞത് പുരാധിപത്യം. ജ്യോത്സ്യത്തിൽ പറഞ്ഞ പുരാധിപത്യം, പുരത്തിൻ്റെ അധിപൻ, അസംബ്ലി മണ്ഡലത്തിൻ്റെ അധിപനാരാ? MLA ആവാൻ യോഗ്യമുണ്ടോ ഇല്ലായോ? പണ്ടൊരാൾ പാർലമെൻറ്റ് മത്സരിച്ചപ്പോൾ എൻ്റെ ഒരാൾ, എനിക്കറിയുന്ന ആളാണ്, എനിക്കറിയുന്നൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. എങ്ങനെ കോളേജ് പ്രൊഫസറായിരുന്നു, സോമൻ അറിയും. പോയി അവിടെ ചോദിച്ചവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പുരാധിപത്യ യോഗമുണ്ട്. റിസൾട്ട് വന്നപ്പോൾ തോറ്റു, പുരാധിപത്യ യോഗം കിട്ടിയില്ല. അപ്പോൾ അത് ജ്യോതിഷത്തിൽ കാണുന്നത്. ഇത് തിലകനേതോസിന് ഇത് ശാസ്ത്രമാണ്, ഇതിൽ കണ്ട കാര്യം ഞാൻ പറയുന്ന, ഫലിക്കോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിധി പോലെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എന്തിനാ പോണേ? പൊങ്കാലിടുന്ന എന്തിനു വേണ്ടിയാ? കാവടി എടുക്കുന്ന എന്തിനു വേണ്ടിയാ? ശബരിമല പോകുന്ന എന്തിനു വേണ്ടിയാ? അത് അങ്ങോട്ട് പോകുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്, അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ ഇതിലേക്ക് പോകുന്നത്? അതിന് ലക്ഷ്യം വേണം. അദ്ദേഹം 8 കാര്യങ്ങൾ പറയുന്നു. അഷ്ടാംഗമാർഗം, ബുദ്ധൻ പറഞ്ഞ അതിന് സമാനമായ 8 കാര്യങ്ങൾ. ആ 8 കാര്യങ്ങളിൽ 7 കാര്യവും ഭൗതികമാണ്, ചിട്ടയായ സാമൂഹ്യ ജീവിതത്തിന് വേണ്ടി ഉള്ളതാണ്. 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരചിന്ത, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈവേല, 8 സാങ്കേതിക വിദ്യ. അപ്പോൾ AI-യെക്കുറിച്ച് ആദ്യം പറഞ്ഞ ആരാ കേരളത്തിൽ? AI എന്ന് പറഞ്ഞ ഇന്നത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയല്ലേ ഇത്? ആ സാങ്കേതിക വിദ്യ, നൂതന സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ആദ്യം പറയുന്ന ആളാരാ? ശ്രീനാരായണ ഗുരുവാണ്. ഇതിൽ ഒരു കാര്യം മാത്രമല്ലേ ഈശ്വരചിന്തയുള്ളൂ. അപ്പോൾ ബാക്കി 7 കാര്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈശ്വരൻ ഉണ്ടാവാം, അത് സങ്കല്പമാണ്. കാരണം വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൃഷിയിലും സാങ്കേതിക വിദ്യയിലൊക്കെ ഇടപെടുമ്പോൾ അവിടെ ഈശ്വരനുണ്ടെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. ഇത് കുറച്ചുകൂടി വ്യക്തമാവണമെങ്കിൽ 924 ആലുവ സർവമത സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വാമി സത്യവ്രതൻ അവതരിപ്പിക്കുന്ന സ്വാഗത പ്രസംഗം. ആ സ്വാഗത പ്രസംഗം എഴുതി തയ്യാറാക്കിയത് സത്യവ്രതനും സഹോദരൻ അയ്യപ്പനും CV കുഞ്ഞിരാമനും കൂടിയാണ്. ഗുരു അത് വായിച്ചു നോക്കി ചില മാറ്റങ്ങളൊക്കെ വരുത്തി അംഗീകരിച്ചു. സത്യവ്രതനെ കൊണ്ട് വായിപ്പിച്ചു. 1 മണിക്കൂറോളം നീളുന്ന ഒരു പ്രസംഗമായിരുന്നു അത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും പ്രസക്തമായതുകൊണ്ട് ഞാൻ ഉദ്ധരിക്കാം.
അതിലൊരു ഭാഗത്ത് പറയുന്നു, ഗന്ധകാമ്ലം കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. എന്തോന്നാ ഈ ഗന്ധകാമ്ലം? സൾഫ്യൂരിക് ആസിഡ്. ഗന്ധകാമ്ലം കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്, എന്നാൽ അതുകൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കി വിറ്റ് കാശാക്കുന്നത് വ്യവസായിയാണ്. തർക്കമില്ലാത്ത കാര്യം. ഉന്നതങ്ങളായ ആത്മീയ തത്വങ്ങൾ കണ്ടുപിടിക്കുന്നത് ആത്മീയാചാര്യനാണ്, എന്നാൽ അവയെ വിറ്റ് കാശാക്കുന്നത് മതവ്യവസായിയാണ്. 24 സർവമത സമ്മേളനത്തിൽ ഗുരു പറയുന്നത് മതവ്യവസായിയാണ്. അപ്പം മതവ്യവസായിയാണ് ഇതൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത്, അവരാണ് ഉത്സവങ്ങൾ നടത്തുന്നതെന്നും അവരാണ് പൊങ്കാലയ്ക്ക് വേണ്ടി ആളെ കൂട്ടുന്നതെന്നും പറയാൻ എന്തുകൊണ്ട് ശ്രീനാരായണീയന്മാർക്ക് കഴിയുന്നില്ല? അപ്പം നമ്മൾ ചോദിക്കണം, നിങ്ങൾ എങ്ങോട്ട് പോണു എന്ന്. നിങ്ങൾ ശബരിമലയ്ക്ക് പോയാലും വേറെ എവിടെ പോയാലും നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഗുരുവിനെ നിർത്തിക്കൊണ്ട്. 2 കരി വേണ്ട എന്ന് പറഞ്ഞല്ലോ, കരിവീരനും കരിമരുന്നും. ഞാൻ 6-ാം തീയതി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയിരുന്നു, തലശ്ശേരിയിൽ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം. ഒരു നവോത്ഥാനത്തെക്കുറിച്ച് പ്രസംഗം നടത്താനാണ്. 7 മണിയായിട്ട് ഞങ്ങളുടെ മീറ്റിംഗ് തുടങ്ങാൻ പറ്റുന്നത്. സ്വാമി ഇവിടുത്തെ ഏതൊരു സ്വാമിയാണ് അതിൻ്റെ ഉദ്ഘാടനം. പറ്റുന്നില്ല. കാര്യം എന്താ? 5 ആന നിരന്ന് നിന്ന് ഹൂങ്കും ബഹളും മറ്റു ബഹളുമാണ്. മൈക്കിലൂടെ വെളിയോ എന്താ പൂജയുടെ സമയമാണ്, 7 മണിക്കെങ്ങാണ് പോകുന്നത് അവിടെ പൂജ നടക്കുന്നത്. അപ്പോൾ നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഗുരു സ്ഥാപിച്ച ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൽ തന്നെ അവിടുത്തെ ഈഴവ പ്രമാണിമാർ പുലയ സമുദായത്തിൽപ്പെട്ടവരെ അകത്ത് കയറാത്തതുകൊണ്ട് അദ്ദേഹം അമ്പലത്തിൽ കയറായ തിരിച്ചുപോയ കേസുണ്ട് ഈ ജഗന്നാഥ ക്ഷേത്രത്തിൽ. അവിടെ ഇപ്പോൾ നടക്കുന്നത് ശ്രീനാരായണ തത്വത്തിനെതിരായിട്ടാണ്. അപ്പോൾ നമുക്ക് ശ്രീനാരായണ തിരിച്ച് പിടിച്ചുകൊണ്ടേ പണിക്കർ സാറിനെ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. പാരമ്പര്യ ബുദ്ധിജീവികൾ എന്ന് നമ്മൾ ഒരുപക്ഷെ വിശേഷിപ്പിക്കാവുന്ന ശ്രീനാരായണനും ചട്ടമ്പി സ്വാമിയും കൂടെ ഇളക്കി വിട്ട ജ്ഞാന നവോത്ഥാനം, വൈജ്ഞാനിക നവോത്ഥാനം. നമ്മൾ ആ വൈജ്ഞാനിക നവോത്ഥാനത്തെ കണ്ടില്ല. കണ്ടത് പിന്നെ ഏതാ? മറ്റേ കാര്യമാണ്. 1888 ഗുരു ഇത് സ്ഥാപിക്കുമ്പോൾ പറഞ്ഞ എന്താ? പ്രതിഷ്ഠ നടത്തുമ്പോൾ പറഞ്ഞ എന്താ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഇതില്ല എന്നുള്ളത് നമ്മൾ സെക്കുലറിസമാണെന്ന് പറയുന്നു. പക്ഷേ സെക്കുലറിസം നമ്മൾ കൊടുക്കുന്ന അർത്ഥം എന്താണ്? മതനിരപേക്ഷം. ഗുരു അത് മാത്രമല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ സെക്കുലറിസം എന്ന വാക്കിന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ മതേ ഇതരം, മതമല്ലാതെ മറ്റൊന്നുമില്ല, മറ്റൊന്ന് വേണ്ട, മതേതരം, മതമില്ലാത്ത റാഷണലിസം, യുക്തിചിന്ത, ദൈവം വേണ്ട എന്ന് പറയുന്ന റാഷണലിസ്റ്റുകൾ, അവിടെ മതേ ഇതരം. ഇന്ത്യയിൽ വരുമ്പോഴോ ഇവിടെ മതം ഉള്ളതാണ് പ്രശ്നം, ആവശ്യത്തിലേറെയുണ്ട്. വിശ്വമഹാമതങ്ങൾക്കെല്ലാം ഇവിടെ അനുവാചകരുണ്ട്, വിശ്വാസികളുണ്ട്. അപ്പോൾ ഇവിടെ മതേ ഇതരം പറ്റില്ല. പിന്നെയോ മതനിരപേക്ഷം. പക്ഷേ കേരളത്തിൻ്റെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഗുരു പറഞ്ഞെന്താ? കേരളത്തിൽ ഇന്ത്യയിൽ മാത്രമല്ലേ ജാതിയുള്ളൂ. അപ്പോൾ ജാതിയെ നിങ്ങളെങ്ങനെ സമീപിക്കണം? അതാണ് 88 അദ്ദേഹം പറഞ്ഞു. സെക്കുലറിസത്തെക്കുറിച്ച് ഇന്ത്യയിൽ ആദ്യം പറയുന്ന ആരാ? അത് ഗുരുവാണ്. നമ്മൾ പറയണ, ആവർത്തിച്ച് പറഞ്ഞ മതനിരപേക്ഷവും ജാതി നിരപേക്ഷവുമായ ഒരു ജീവിതം. ആ ജീവിതത്തിൽ ആർക്കുള്ള താക്കീതാ? പൗരന്മാർക്കുള്ളതല്ല, ഇത് ഭരണകൂടത്തിനുള്ളതാണ്. സെക്കുലറിസം ആരാ പാലിക്കേണ്ടത്? ഭരണകൂടമാണ് പാലിക്കേണ്ടത്. ഭരണകൂടം മതപരമായോ ജാതീയവുമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. വ്യക്തികൾക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അമ്പലത്തിൽ പോകാം, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുനടത്താം. അതാണ് ഈ ലിബേർട്ടി എന്ന വാക്കിൽ പറയുന്നുണ്ടോ, ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ആ പ്രിയാമ്പിളിൽ ലിബേർട്ടി എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നു. അത് പൗരന്മാർക്കുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഭരണകൂടത്തിനോ വിശ്വസിക്കാനും ഒക്കില്ല, വിശ്വസിക്കാതിരിക്കാൻ. നമ്മൾ നിർനിമേഷനായി നിൽക്കണം. നിർഗുണനും നിരാമയനും നിരാകാരനുമായ ഭഗവാനെ പോലെ ഭരണകൂടം ഇരിക്കണം. അവരെത്തി നോക്കാൻ പോകരുത്, പ്രതിഷ്ഠ നടത്താൻ പോകരുത്, പ്രാണപ്രതിഷ്ഠ നടത്തരുത്. 1952 സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് പണിതു, ഒരു വലിയ കവാടം പണിതു. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും പണപ്പിരിവ് നടത്തി. വിദേശത്തു നിന്നുള്ള പണം ഡിപ്ലോമാറ്റിക് ബാഗ് വഴിയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. KM മുൻഷിയായിരുന്നു അതിൻ്റെ സംഘാടകൻ. നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന, ഇപ്പോൾ ഭാരതീയ വിദ്യാഭവൻ സീരീസിൻ്റെയൊക്കെ ഫൗണ്ടറായിരുന്ന KM മുൻഷി, അദ്ദേഹമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഗേറ്റ്, ഫ്രണ്ടിൽ ഗേറ്റാണ്, ആ ഗേറ്റ് ഗേറ്റ് പുതുക്കി പണിതു. ആ ഗേറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി രാഷ്ട്രപതിയായിരുന്ന നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചു. രാജേന്ദ്ര പ്രസാദ് സമ്മതിച്ചു. അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ എല്ലാ നീക്കങ്ങളും സഞ്ചാരവും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അറിയണം, PMO's ഓഫീസ്. ഫയൽ നെഹ്റുവിൻ്റെ അടുത്തെത്തി. നെഹ്റു അതിൽ എഴുതി, രാജേന്ദ്ര പ്രസാദിന് പോകാൻ രാഷ്ട്രപതി പോകാൻ പാടില്ല. അതാണ് സെക്കുലർ. വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഏത് പൂജാരിക്കും ഏത് ഭരണാധികാരിക്കും എവിടെയും പോകാൻ, തൊഴാം, പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഔദ്യോഗിക പരിവേഷം വെച്ചുകൊണ്ട് പോരുത്. രാഷ്ട്രപതി എന്നുള്ള പരിവേഷം വെച്ചുകൊണ്ട് പോകണ്ട. അതാണ് സെക്കുലറിസം. ആ സെക്കുലറിസം അല്ലേ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയേണ്ടത്. മതനിരപേക്ഷവും ജാതി നിരപേക്ഷവുമായ ഒരു സമൂഹത്തെയാണ് സെക്കുലർ എന്ന് ഇന്ത്യയിൽ അർത്ഥമാക്കുന്നത്. ആ സെക്കുലർ ഹിസ്റ്റോറിയനായിരുന്നു
പണിക്കർ. അതിലേക്ക് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യം കൂടെ പറയാം മലബാറിലെ കലാപത്തെക്കുറിച്ച്. മലബാർ കലാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ടിപ്പുവിൻ്റെ പിൻവാങ്ങലിന് ശേഷം ബ്രിട്ടീഷുകാർ ആ പ്രദേശം ഏറ്റെടുത്തപ്പോൾ ഭൂവുടമസ്ഥയിൽ വന്നൊരു മാറ്റമാണ് പ്രശ്നം. പരമ്പരാഗതമായ ജന്മി വ്യവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ആ ജന്മിമാർക്ക് ദോഷം സംഭവിച്ചു ടിപ്പു വന്നപ്പോൾ. ടിപ്പു വന്നത് നല്ല കാര്യത്തിനൊന്നുമല്ല. അയാൾ വികസിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ പട്ടാളക്കാർക്ക് ചോറുണ്ടാക്കാനായിട്ട് പാലക്കാട് ഭാരതപ്പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന നെൽപ്പാടങ്ങളിലെ ചോറ് വേണം. അതിലേക്ക് വേണ്ടിയാണ് വന്നത്. 1. 2, തലശ്ശേരിക്ക് തൊട്ട് തെക്ക് മാഹി എന്നൊരു പ്രദേശമുണ്ട്. ഫ്രഞ്ചുകാരും ടിപ്പുവും തമ്മിൽ അലയൻസാണ്. ഇവിടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തുന്ന ടിപ്പുവിന് ഫ്രഞ്ചുകാർ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ സിറ്റിസൺ ടിപ്പു എന്ന അദ്ദേഹത്തിന് പേരും കിട്ടി. ഫ്രഞ്ച് പതാക അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്ത് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ മാഹിയിലെത്തണം. അതുകൊണ്ടാണ് ബത്തേരി വഴി, അന്ന് അടിപ്പാതയില്ല, ബത്തേരി വഴി ഫറൂഖ് വഴി ഇവിടെ വന്ന് അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹം ഭൂവുടമസ്ഥയിൽ മാറ്റം വരുത്തി. ജന്മിമാർ പേടിച്ചോടിയപ്പോൾ കൃഷി ചെയ്യാൻ ആളില്ല, കൃഷി ചെയ്യുന്ന നേതൃത്വം കൊടുക്കാൻ ആളില്ല. അപ്പോൾ ടിപ്പു ചെയ്ത് ഈ കൃഷിക്കാർക്ക് ഭൂമിയിൽ ഉടമസ്ഥാവകാശം കൊടുത്തു. അവർ കൃഷി ചെയ്തു, ഉൽപ്പാദനം വർദ്ധിച്ചു, മിച്ചം പിരിച്ചു ടിപ്പു കൊണ്ടുപോയി. പക്ഷേ ടിപ്പു തോറ്റു യുദ്ധത്തിൽ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്ത് ചെയ്തു? നാടുവിട്ടോടിയ രാജാക്കന്മാരൊക്കെ തിരിച്ചു വന്നു. അവർ നിങ്ങൾ അവിടെ തന്നെ, നിങ്ങൾക്ക് പെൻഷൻ തരാം, പ്രിവി പേഴ്സ്, അതിൻ്റെ പേര് മാലിക് ഖാൻ കൊടുത്ത് അവന്മാരെ ഒതുക്കി. ജന്മിമാരോ അവർക്ക് തിരിച്ചു കൊടുത്തു. കാരണം ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന അടിയാളരുമായിട്ട് ഏറ്റുമുട്ടി ജന്മി അവിടെ നിന്നോളും, നമ്മൾ സുരക്ഷിതമായിട്ട് മോളിൽ നിന്നാൽ ഈ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ മറ്റേ സ്ലീപ്പർ ഇടുന്നത് പോലെ ഈ ഭൂമിയിൽ ഇടിയാക്കില്ല, ഈ യൂക്കാലിറ്റസ് തടി ഏറ്റവും ആയിക്കോളും. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അതുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ചു. ഈ കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടതാണ് അവിടുത്തെ കലാപത്തിന് കാരണം. ആ കലാപം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് 1819 കലാപം. പണിക്കർ സാറിൻ്റെ അന്വേഷണത്തിൽ 835 തൊട്ട് 921 വരെ പഠനമാണ് നടത്തുന്നത്. നമുക്ക് ആ കലാപത്തിന് പറയുന്ന പേര് മാപ്പിള കലാപം എന്നാണ്. മാപ്പിള എന്ന് വെച്ചാൽ മലബാറിലെ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിൻ്റെ പേരാണ്. തിരുവിതാംകൂറിൽ മാപ്പിള വേറെയാണ്, ക്രിസ്ത്യാനിയുടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. തിരുവനന്തപുരത്ത് മാപ്പിള 3ാമതൊരാളുണ്ട്. ഞാൻ പറഞ്ഞ മലയാളത്തിലെ വാക്കുകളുടെ ഭാഷാപരമായ വാക്കുകളോട് ഉപയോഗിക്കുമ്പോൾ ഈ അർത്ഥവും കൂടി വെച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്തെ മാപ്പിളമാർ കലാപം നടത്തിയിട്ടില്ലോ എന്നൊക്കെ പറയും, അമ്മച്ചിമാർ പറയും. മാപ്പിള കലാപം ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലാണ് കലാപം വ്യാപകമായത്. ഇതിനെ മാപ്പിള കലാപം എന്ന് വിശേഷിപ്പിച്ച് അടിച്ചമർത്തിയത് ബ്രിട്ടീഷുകാരൻ. അവർക്ക് താല്പര്യം നമുക്ക് വ്യക്തം. പക്ഷേ എന്തുകൊണ്ട് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ മാത്രം ഈ കലാപം ഉണ്ടായി? ജന്മിമാരുടെ പീഡനത്തിന്, മിച്ചവാരം പാതിവാരം എന്നുള്ള പലതരത്തിലുള്ള പാട്ടപ്പിരിവിന് ഇരയായവരുടെ പാട്ടക്കുടിയാന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ, നായന്മാർ, തീയന്മാർ, അമ്പലവാസികളായ നിരവധി പേരുണ്ടായിരുന്നു. അത്തരത്തിൽ പല ജാതി വ്യത്യാസമന്യേ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഒരേ തരം പീഡനത്തിന് വിധേയരായിരുന്ന പാട്ടക്കുടിയാന്മാരിൽ മുസ്ലിങ്ങൾ മാത്രം എന്തുകൊണ്ട് ഈ കലാപത്തിന് ഒരുമ്പെട്ടു? എന്തുകൊണ്ട് അമുസ്ലിങ്ങളായ പാട്ടക്കുടിയാന്മാർ കലാപത്തിന് ഒരുമ്പെട്ടില്ല? എന്താ കാര്യം? അമുസ്ലിങ്ങളായ പാട്ടക്കുടിയാന്മാർ പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയിലാണ് നിൽക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ മേൽജാതിക്കാരെ നിഷേധിക്കുന്നത് പതിവില്ല. അവിടെ ഹെജിമണി ആർക്കാണ്? അധീശത്വം ആർക്കാണ്? സവർണനാണ്, മേൽജാതിക്കാരാണ്. കീഴ്ജാതിക്കാരൻ വിധേയനാണ്. പട്ടേലരും തൊമ്മിയും തമ്മിലുള്ള ബന്ധമാണ്, വിധേയന്മാരാണ്. അവർ വിധേയന്മാരായതുകൊണ്ട് തന്നെ മേൽജാതിക്കാരായ ജന്മിമാർക്കെതിരെ കലാപം നടത്താൻ പാടില്ല എന്ന ഒരു ബോധം അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കലാപം നടത്തിയില്ല. മുസ്ലിങ്ങൾ എന്തിനാ കലാപത്തിന് പോയത്? അവരെ സംബന്ധിച്ചിടത്തോളം ജന്മിമാർ ശത്രുക്കളാണ്. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുന്നത് ജിഹാദാണ്, വിശുദ്ധ യുദ്ധമാണ്. ആ വിശുദ്ധ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ദേവാലയത്തിൽ പോയി അവിടുത്തെ മുസ്ലിയാരുടെയോ അല്ലെങ്കിൽ പൂജാരിയുടെയോ അനുഗ്രഹാശിസുകൾ വാങ്ങിയിട്ടാണ് പോകുന്നത്. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിലെ സമര കേന്ദ്രം പള്ളികളായിരുന്നു. കാരണം എന്താ? ഇവർ ജപിച്ചു വിട്ടു, സമരത്തിന് പ്രോത്സാഹിപ്പിച്ചു. ഇത് ഹോളി വാറാണ്, വിശുദ്ധ യുദ്ധമാണ്, ശത്രു സംഹാരമാണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഏറനാട്, വള്ളുവനാട് താലൂക്കുകൾക്ക് വെളിയിലേക്ക്, എന്തുകൊണ്ട് പാലക്കാട് ഉണ്ടായില്ല? എന്തുകൊണ്ട് കോഴിക്കോട് ഉണ്ടായില്ല? അവിടെയും ജമിത്തമുണ്ട്, അവിടെയും ഈ പാട്ടക്കുടിയാന്മാരുണ്ട്, എല്ലാ ജാതിയിൽപ്പെട്ടവരും മുസ്ലിങ്ങളുമുണ്ട്. എന്തുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾ കലാപത്തിന് പുറപ്പെട്ടില്ല? കാരണം അവിടുത്തെ പള്ളിയിൽ നിന്ന് ആരെയും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഇത് ഹോളി വാറാണ്, ഇത് വിശുദ്ധ യുദ്ധമാണെന്ന് പറഞ്ഞു വിടാൻ അവിടുത്തെ പള്ളിയിലെ മുസ്ലിയാർമാർ തയ്യാറായില്ല. അപ്പോൾ ഇവിടെ ജാതി എന്ന് പറയുന്നത് അമുസ്ലിങ്ങൾക്കിടയിലും മതം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലും ഒരു ഐഡിയോളജിയായി, ഒരു ദർശനമായി, ഒരു മർദ്ദനോപകരണമായി, ഐഡിയോളജിക്കൽ അപ്പാരറ്റസ് എന്ന് ഗ്രാംഷി പറഞ്ഞ മർദ്ദന ഉപകരണം ആശയം. ജാതി, മതം,
പിന്നെ സാഹിത്യം, ഇതൊക്കെ മർദ്ദന ഉപകരണങ്ങളായി തീരും. ആ ഐഡിയോളജിക്കൽ അപ്പാരറ്റസാണ് മലബാർ കലാപത്തിൽ പ്രവർത്തിച്ചതെന്ന് ഗ്രാംഷിയൻ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് പണിക്കർ സാറ് പറയുന്നു. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ട്. ബുദ്ധിജീവികളെ, നിങ്ങൾ ആരുടെ കൂടെ? വികസനം നമ്മുടെ നാട്ടിലുണ്ടാവും. ആ വികസനം നാട്ടിലുണ്ടാക്കുന്നത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വികസനം മഹാവത്തായിരുന്നില്ലേ? റെയിൽവേ സ്റ്റേഷൻ വന്നില്ലേ? തീവണ്ടിപ്പാത വന്നില്ലേ? വ്യവസായങ്ങൾ വന്നില്ലേ? അപ്പോൾ ആധുനിക രാസവളങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വന്നില്ലേ? ഉണ്ടായി. അതെല്ലാം വികസനമാണല്ലോ. പക്ഷേ അവിടെ ആരും വികസനം, അതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ വികസന നായകന്മാരെന്ന് പറയാറുണ്ടോ? ഇല്ല. കാരണം അവിടെ ജനാധിപത്യം ഒന്നൊരു സാധനമില്ല. അവരുടെ വർഗ്ഗ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വികസനമാണ്. സർ CP തിരുവിതാംകൂറിൽ ഒരുപാട് വികസനം കൊണ്ടുവന്നില്ലേ? പള്ളിവാസൽ കൊണ്ടുവന്നില്ലേ? നെയ്യാർ അണക്കെട്ടുണ്ടാക്കിയില്ലേ? തേയിലത്തോട്ടങ്ങൾ തുടങ്ങിയില്ലേ? ഭരണത്തെ നവീകരിച്ചില്ലേ? സർവകലാശാല തുടങ്ങിയില്ലേ? വിദ്യാലയങ്ങൾ ഒരുപാടുണ്ടാക്കിയില്ലേ? വികസനമല്ലേ? പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ വികസനവും ജനാധിപത്യവും ഒരുമിച്ചേ പോകൂ. വികസനമില്ലാത്ത ജനാധിപത്യവും ജനാധിപത്യമില്ലാത്ത വികസനവും നടക്കില്ല. അതങ്ങനെ ആവാൻ പാടില്ല. വികസനവും ജനാധിപത്യവും ഒരുമിച്ചേ പോവുകയുള്ളൂ. അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആരാ? അത് ബുദ്ധിജീവിയാണ്. അത് ബുദ്ധിജീവിയാണ്. ബുദ്ധിജീവി ആ ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ചിന്തിക്കാത്തവരുടെ എണ്ണം കൂടും, അഥവാ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം കൂടും. പ്രവർത്തിക്കുന്നവരെ ചിന്തിപ്പിക്കാനും ചിന്തിക്കുന്നവരെ പ്രവർത്തിപ്പിക്കാനുമുള്ള പ്രചോദനമായിരുന്നു പണിക്കർ സാർ നൽകിയത്. സാഹിത്യ സംഘത്തിന് കൊടുത്ത ഉപദേശം വളരെ നിസ്സാരമെന്നാണ് നമ്മൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. സാർ ഇത് വായിച്ചപ്പോഴും സാറിൻ്റെ ഉപദേശങ്ങളെ പോട്ടെ, നമുക്കത് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കൊണ്ടുപോയി ആവർത്തിച്ച് വായിക്കാനുള്ളതല്ലേ മറ്റേ പുസ്തകത്തിൽ ഇങ്ങനെ. അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുണ്ടാക്കിയ മന്ത്രവും വിശേഷാൽ മന്ത്രവും ദേവിയായാലും അയ്യപ്പനായാലും പ്രസാദിപ്പിക്കുന്ന പൂജാരിയല്ലയോ? അത് ആവർത്തിച്ച് പറയാനുള്ളതല്ലയോ? മാറ്റം വരുത്താനുള്ളതല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ബുദ്ധിജീവികളല്ല. ബുദ്ധിജീവികളുടെ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നില്ല. ചോദ്യം ഉറക്കെ ചോദിക്കുക. ബുദ്ധിജീവികളെ, നിങ്ങളുടെ ഏത് ചേരിയിൽ? അധ്യാപകരെ, നിങ്ങൾ ഏത് ചേരിയിൽ? എഴുത്തുകാരെ, നിങ്ങൾ ഏത് ചേരിയിൽ എന്ന 37 ചോദിച്ചത് ഇപ്പം നമ്മൾ ബുദ്ധിജീവികളെ നിങ്ങൾ ഏത് ചേരിയിൽ എന്ന് ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പണിക്കർ സാറിന് പ്രണാമം.